എന്ന് എൻ്റെ സിസ്റ്റർ എപ്പോഴും പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇരിപ്പുണ്ട്. കാര്യം ഈ ഒത്തിരി പ്രസിദ്ധി ആർജിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങള് ഞാൻ വലിയ ആളാണെന്ന് കാണിക്കുന്നതിലും അല്ല, എൻ്റെ എൻ്റെ ഹൃദയം അതിലേക്കാട്ടിലും വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലും ആ സാന്നിധ്യത്തിനകത്ത് ഇരിക്കുക എന്നുള്ളത്. ഇന്നലെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസൻസ് ഓഫ് ഗോഡ് അത് വളരെ വിശദമായിട്ടൊരു ദിവദാസ ശുശ്രൂഷിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം വലിയ വലിയ പ്രൊഫസിയോ മറ്റു കാര്യങ്ങളോ ഭയങ്കര സംഭവങ്ങളോ ഒന്നുമല്ല. എനിക്ക് ആ പ്രസൻസ് വേണം. ഞാൻ ഏത് നിമിഷം ഞാൻ ആ വചനം പറഞ്ഞുകൊണ്ട് ആ ദേവദാസ തുടങ്ങിയപ്പോ തന്നെ എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ എന്താ പറഞ്ഞ ഒത്തിരി അത് ആനന്ദാശ്രം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ കണ്ണുനീരാ. എല്ലാവർക്കും മലയാളം അറിയത്തില്ലെന്നും സന്തോഷത്തിന്റെ കണ്ണുനീരാ വന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ദൈവത്തിന്റെ സന്നിധി സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത്, കർത്താവെ, ഞാൻ എന്നെ ഈ ശുശ്രൂഷ ആരംഭിച്ച കാലം തുടങ്ങി ഞാൻ ദൈവത്തിനോട് പറയുന്ന ഒരു കാര്യം, അന്നൊന്നും എനിക്ക് അറിയത്തില്ല ഈ വലിയ പ്രസൻസ് ഇതൊന്നും അറിയത്തില്ല. ദൈവം എന്നെ ഒരു ശുശ്രൂഷകയാക്കി കൊച്ചിലെ അങ്ങ് അഭിഷേകം ചെയ്തു. ഞാന് വലിയ ഒരു എന്താ പറഞ്ഞ ടെസ്റ്റ് മണി എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരിക്കലും ഞാൻ ഈ കർത്താവിന്റെ സാന്നിധ്യത്തിനകത്ത് നിൽക്കുമെന്ന് ഇങ്ങനെ ഒരു ശുശ്രൂഷകയാകുമെന്നോ ഒന്നും ചിന്തിച്ചതല്ല. യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ച് വളർത്തപ്പെട്ട ഞാൻ അതിനകത്തെ കൊയറിലും ഒക്കെ ആയിട്ട് അച്ഛന്മാരുടെ കൂടെ ഒക്കെ നടക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് എനിക്കൊരു അസുഖം വന്ന് ഞാൻ ക്രിസ്തുവിനെ അറിയുവാൻ സർവശക്തനായ ദൈവം സാധുക്കളായ കുറച്ച് ഉപദേശിമാരെല്ലാം അവിടെ എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് ഒരു രാത്രി കർത്താവ് എന്നെ തൊട്ടു സൗഖ്യമാക്കി. അതൊക്കെ ഒത്തിരി വിശദീകരണങ്ങളുള്ള വാക്കുകൾ, അതിലേക്ക് പോയാൽ ഇന്ന് തീരത്തില്ല ദൈവമക്കളെ. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. അന്ന് രാത്രി ഞാൻ അങ്ങ് റെസ്പോണ്ട് ചെയ്യും. ഈ യേശു ക്രിസ്തുവിനെ ഞാൻ അങ്ങ് രക്ഷകനായി സ്വീകരിച്ചിട്ട് ഞാൻ ഈ ദൈവത്തിന്റെ വേല ചെയ്തോളാം. അപ്പൊ ഈ ദൈവവേല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഓർത്ത് ഭയങ്കര എന്താ പറയുക, ഒരു ഈസി ഒരു കാര്യമായിരിക്കും എന്ന് വെച്ചുകൊണ്ട് ചാടി കയറി അന്ന് അങ്ങ് പറഞ്ഞതാ. ഒരു 15 വയസ്സേ ഉള്ളു എനിക്കന്ന്, 15 വയസ്സ്. പക്ഷേ ഈ വാക്ക് ദൈവം അങ്ങ് മുദ്ര വെച്ചു. എനിക്കത് വ്യക്തമായിട്ട് അറിയത്തില്ലെങ്കിലും ഞാൻ ആ ആവേശത്തിൽ അങ്ങ് വിളിച്ചു കൂവിയതാണെങ്കിലും കർത്താവ് അത് മുദ്ര വെച്ചിട്ടുണ്ടല്ലോ. എന്നെ അധികം താമസിക്കാതെ പാസ്റ്റർ എം എ വർഗീസ് ആദ്യമായിട്ട് കേരളത്തില് വന്ന് ശക്തമായി ശുശ്രൂഷിക്കുന്ന ഒരു സമയമുണ്ട്, ഒരു കാലഘട്ടം, ഒരു സീസൺ ഉണ്ട്. ഇന്നത്തെ പോലല്ല. അന്നത്തെ കാലയളവിൽ പാസ്റ്റർ എം എ വർഗീസ് വരിക എന്ന് പറയുമ്പോഴത്തേക്കും പെന്തക്കോസ്ത് സമൂഹത്തിനകത്ത് ഒരു വലിയ ഇളക്കമാണ്. ഇപ്പൊ ഒത്തിരി ശുശ്രൂഷകരുണ്ട് നമ്മുടെ ഇടയിൽ. അന്നൊക്കെ ഇതുപോലൊക്കെ ശുശ്രൂഷിക്കുന്നവർ വളരെ കുറവാണ് കേട്ടോ. എന്നേക്ക് 32 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 32-33 വർഷം മുമ്പത്തെ കാര്യം. അന്ന് ഞാൻ ഇതുപോലെ ഈ ഒരു മീറ്റിങ്ങിന് ഏതായാലും എനിക്ക് സൗഖ്യം കിട്ടിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മർത്തോമായിലാണ് ഞങ്ങൾ അന്ന് പള്ളിയിൽ പോകുന്നത്. 2 കുട്ടികളെയും കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് നേരെ ആ മീറ്റിങ്ങിന് പോയി. അവിടെ വെച്ച് ഞാൻ ഇവരെല്ലാം അവിടെ ഇരുന്ന് ഇങ്ങനെ ഈ സ്പ്രിങ്ങിൽ ഇരിക്കുന്ന പോലെ ഇങ്ങനെ എല്ലാവരും ഇരുന്ന് ഇങ്ങനെ ആരാധിക്കുക. ഇപ്പോഴാണ് നമ്മളിങ്ങനെ വളരെ ചുരുങ്ങിയൊക്കെ ആരാധിക്കുന്നത്. അന്നത്തെ ദിവസം ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഇരുന്ന് ഇങ്ങനെ ചാടിയിരിക്കും. എനിക്കാണെങ്കിൽ അങ്ങ് നാണക്കേട് സഹിക്കാൻ വയ്യ. കാര്യം ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുവായുണ്ട്, ആദ്യമായി പെന്തക്കോസ്ത് കൂട്ടായ്മയ്ക്ക് പോവാ. അപ്പൊ ഇതിങ്ങനെ കണ്ടിട്ട് എനിക്ക് അങ്ങ് ലജ്ജ തോന്നുക. ഈ പെണ്ണുങ്ങൾക്കൊന്നും യാതൊരു പണിയില്ലയോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ഇറങ്ങി അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തേക്ക് മുന്നിൽ നിന്ന് പാസ്റ്റർ എം എ വർഗീസ്, ഏകദേശം ഒരു 1000കണക്കിന് ആൾക്കാരുണ്ട് കേട്ടോ, എന്റെ മുമ്പിൽ നിന്ന് എന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, കർത്താവ് നിന്നെ സൗഖ്യമാക്കുകയും തന്റെ നാമത്തിന് വേണ്ടി വിളിക്കുകയും ചെയ്തിട്ട് നീ ഇന്ന് ദൈവനാമത്തിൽ ഒരു അപമാനമായി മാറാതെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കോ. ഇതെനിക്ക് ഇടിയേക്കുന്ന പോലെ, ഞാൻ ആദ്യമായിട്ട് പ്രൊഫസി കേൾക്കുക, ഇടിയേക്കുന്ന പോലെ. ഇദ്ദേഹം എന്നെ നോക്കി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇങ്ങനൊന്നും എന്റെ നേരെ പറയുന്നത്. അപ്പൊ ഞാൻ ഇച്ചിരി ഒന്ന് ഒളിച്ചു പതുങ്ങി ഇങ്ങനെ പുറയിലോട്ട് മാറി പിള്ളേരെ മുമ്പിലോട്ട് കയറ്റിയിരുത്തി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ആ ദേവദാസൻ പറഞ്ഞു, നിന്നോട് തന്നെ ആ ദൈവാത്മാവ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പിടിക്കപ്പെട്ടെന്ന്. ആ ഒരു നിമിഷം എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല. ഞാൻ എവിടെയാ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പരിസരം മറന്നു വാവിട്ട് കരയാൻ തുടങ്ങി. എന്റെ സകല കുറ്റങ്ങളും, കൊച്ചായിരിക്കുന്ന സമയത്ത് ഞാൻ കള്ളം പറഞ്ഞതും അപ്പച്ചനെ അമ്മച്ചയും കളിപ്പിച്ചതും എന്റെ ഗ്രാൻഡ് പാരൻസിനോട് അറിയാം. ഇത് മൊത്തം തമ്പുരാൻ എന്റെ മുമ്പിൽ കൂടി ഇങ്ങനെ അങ്ങ്, ഞാൻ രക്ഷിക്കപ്പെട്ട അന്ന് രാത്രി നടന്ന ഒരു അത്ഭുതം അല്ല ഇത്. എനിക്കൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്, എനിക്ക് കർത്താവിന്റെ ഒരു സാന്നിധ്യത്തിൽ ഞാൻ ഇല്ലാണ്ടായി പോകുന്നു, ഞാൻ അലിഞ്ഞു പോകുന്ന ഒരു അനുഭവം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇടയായി. ഞാൻ അവിടെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് എന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പൊ ഈ പറയുന്ന സംഭവം ഇവർ ഈ പറയുന്നത് സത്യമാണെങ്കിൽ അത് എനിക്കും കൂടെ ഒന്ന് തരണം. ഇവർ ഈ കാണിക്കുന്ന പോലെ എനിക്കും ഇതെന്തുവാന്ന് അറിയത്തില്ല, പക്ഷെ എനിക്കൊന്ന് ദൈവത്തിനെ സ്തുതിക്കണം. ഇവർ ഈ പറയുന്നത് എന്ത് സത്യമാണെങ്കിൽ അത് എനിക്ക് കിട്ടണം.
ഇവരെല്ലാം ഇങ്ങനെ ഇരുന്ന് ഈ വായി തുറന്ന് അന്യഭാഷ സംസാരിക്കുമ്പോൾ എനിക്ക് കേൾക്കുന്ന പല ശബ്ദങ്ങളാണ്. ഇത് അത്ര മനസ്സിലാകുന്നില്ല. ദൈവമക്കളെ, ആ ഒരു നിമിഷം ഞാൻ എൻ്റെ ആയുസ്സിൽ മറക്കാത്ത ഒരു അനുഭവം എനിക്ക് ഉണ്ടായത്. ഞാനിത് പറഞ്ഞു. അന്നേരം എൻ്റെ അടുത്തിരുന്ന സൗരിമാർ പറയുക, ദാണ്ട് നിന്നോടാണ് ഈ പാസ്റ്റപ്പച്ച പാസ്റ്റങ്ങൾ സംസാരിക്കുന്നത്, നീ ഇത് നിന്നോടുള്ള പ്രവചനം മോളെ, വായി തുറന്ന് ദൈവത്തെ സ്തുതിക്കുക, കൈയടിച്ച് ദൈവത്തിനെ സ്തുതിക്കുക. അപ്പൊ ഈ സ്തോത്രം സ്തോത്രം കർത്താവേ സ്തോത്രം അത് ആയിരം ആയിരമായി എന്നൊക്കെ യാക്കോബായി നിൽക്കുമ്പോൾ ഞങ്ങൾ പാടിയിട്ടുണ്ട്. അപ്പം എനിക്കതേ അറിയത്തുള്ളൂ. ഈ ചൊവ്വിനെ സ്തോത്രം എന്ന് പറയേണ്ടത് എന്തുവാണെന്ന് പോലും ചൊവ്വിനെ അറിയത്തില്ല. പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ ഇവര് പറയുന്നത് കേട്ടിട്ട് റിപ്പീറ്റ് ചെയ്ത് സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞു തുടങ്ങി. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ നാക്ക് ആരാണ്ടോ എടുത്തോണ്ട് പോയ പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായി. എന്റെ വായ തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഭയങ്കര ഒരു ആത്മസാന്നിധ്യം. ഹല്ലേലൂയ. ഞാൻ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുക. ഞാനിങ്ങനെ സ്തുതിച്ച് എന്റെ വായ അടങ്ങുന്നില്ല. എന്റെ കൈയെല്ലാം മുറിഞ്ഞ്, എന്റെ കാല് മുറിഞ്ഞു. ഞാൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടേ ഇരിക്കുക. നിർത്താൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ വായ ഇങ്ങനെ കെട്ടി കുറെ നേരം ബോധം വന്നപ്പോ, പക്ഷെ വായ പിന്നെ പൊട്ടപൊട്ടന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചു. എന്നെ അഭിഷേകം ചെയ്തത് ഒരു പ്രത്യേക നിലയിലായിരുന്നു ദൈവമക്കളെ. ഞാൻ അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ, ഈ കൂട്ടുകാരും ഉണ്ട് എൻ്റെ കൂടെ. അങ്ങോട്ട് പോയ ബിന്ദു അല്ല തിരിച്ചു വരുന്നത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കൂട്ടുകാരെ കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിലും എൻ്റെ ഇങ്ങനെ ഇങ്ങനെ കിടന്ന് ചലിച്ചോണ്ടിരിക്കുക. ഞാൻ എന്തോ എനിക്ക് പറ്റിയെന്ന് എനിക്ക് അർഹത്തില്ല. ഞാൻ വീട്ടിനകത്ത് ചെന്ന് കയറി ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് സ്തുതിക്കുക. സ്തുതിക്കുവാണോ എന്തുവാണ്, എൻ്റെ വീട്ടുകാർ ആദ്യമായിട്ട് എന്നെ ഇങ്ങനെ കണ്ട് പേടിച്ചു പോയി. എൻ്റെ അമ്മ അന്നേരം തന്നെ അവിടെയുള്ള നാട്ടിലുള്ള കുറച്ച് ഉപദേശിമാരെ എന്നോടൊപ്പം പ്രാർത്ഥിക്കാണ്ടിരുന്നു. എൻ്റെ അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന ഉപദേശിമാരെ എല്ലാത്തിനെയും വിളിച്ചു. എൻ്റെ മോൾക്ക് ഏതാണ്ട് പറ്റിപ്പോയി, അവളുടെ ദേഹത്ത് ഏതാണ്ട് കയറിയിട്ടുണ്ട്, ബാധയാന്ന് തോന്നുന്നു, എല്ലാവരും കൂടെ ഒന്ന് ഓടി വരണേന്ന് പറഞ്ഞിട്ട് ദൈവമക്കളെ അവിടുന്ന് എത്ര പേരെ ഓടിച്ചാടി വന്നേന്നറിയാമോ. ഉപദേശിമാരെല്ലാം കൂടെ വന്നിട്ട് എൻ്റെ ബാധ ഒഴിപ്പിക്കാനായിട്ട് വരിക. കാര്യം എനിക്ക് എന്തുവാ സംഭവിക്കുന്നത് എനിക്കും അറിയത്തില്ല. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാനും വയ്യ. ദൈവമക്കളെ സ്തോത്രം. അന്ന് രാത്രി ആ ദേവി അഭിഷിക്തന്മാരെല്ലാം കൂടെ വന്നിട്ട് എൻ്റെ തലയിലോട്ട് കൈവെക്കാൻ വന്നപ്പോ ഞാനിങ്ങനെ അന്യഭാഷകളിൽ സ്തുതിക്കുന്നത് കണ്ടോണ്ട് എൻ്റെ കണ്ണിന് ഇങ്ങനെ ഒഴുകുക. ആ ദേവദാസന്മാരെല്ലാം കൂടെ പറഞ്ഞു, ഈ കുഞ്ഞിനെ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുക, അത് അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുക. അവൾക്ക് ഭൂതമല്ല. നിങ്ങൾ അവൾ പറയുന്നത് പോലെ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് നിൽക്കാനായിട്ട് നിങ്ങളോട് പ്രാർത്ഥിക്കെന്ന് പറഞ്ഞ് അന്ന് രാത്രി ആ പാവപ്പെട്ട ദേവദാസന്മാര്, ഒരു വക്കച്ചൻ ഉപദേശി, ഒരു രവി ഉപദേശി, ഇവരെല്ലാരും കൂടെ ചേർന്ന് എന്നെ കൊണ്ട് അന്ന് അവർ പറഞ്ഞു. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ അന്യഭാഷ എന്ന് പറഞ്ഞത് എല്ലാവർക്കും കിട്ടും. ആര് വിശ്വസിച്ച് ദൈവസന്നിധി സമർപ്പിച്ചാൽ ഓർമ്മയിലൊക്കെ പകരും. സ്തോത്രം. അവരെല്ലാം ദൈവത്തെ ആരാധിക്കാൻ അവൻ കർത്താവ് തെരഞ്ഞെടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ അതിനുള്ള അവസരം ദൈവം കൊടുക്കും. ദൈവമക്കളെ, ഒന്നും അറിയാൻ വയ്യാത്തൊരു കാലയളവിൽ അഭിഷേകം ചെയ്തിട്ട് ആ ദൈവ പ്രവർത്തിക്ക് വേണ്ടി എന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. അന്ന് ഞാൻ അനുഭവിച്ച ആ സാന്നിധ്യം ഞാൻ എന്നും ദൈവത്തിനോട് ചോദിക്കും, കർത്താവേ അതെനിക്ക് എന്തും വേണം, നഷ്ടപ്പെടല്ല, അതിന്റെ അപ്പുറത്ത് കയറി വരുവാൻ എന്റെ ദൈവം കൃപ ചെയ്യണമെന്ന് ഞാൻ എല്ലാ ദിവസവും ദൈവത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പൊ ആ സാന്നിധ്യം എനിക്ക് അതിനകത്ത് മുഴുകിയിരിക്കണം. ഈ സമയത്ത് ഞാൻ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. എന്റെ അപ്പൻ ഭയങ്കര എതിരായി. ആ നേരത്തിന്റെ ദൈവമക്കളെ, ഞാൻ ഒത്തിരി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. വയസ്സ് ഇത്രയുമായി, എനിക്ക് വയസ്സ് 49 വയസ്സായി. എനിക്ക് 2 മക്കളുണ്ട്, ഹസ്ബൻഡ് നാട്ടില്. എല്ലാം ദൈവത്തിന്റെ കൃപയാൽ ഒരു കുടുംബവും ഇങ്ങനെ ഒരു ജീവിതം ദൈവം തന്നു. ഇത്രയും കാലയളവ് പിന്നിട്ടപ്പോ എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ആ എക്സ്പീരിയൻസ് കൊണ്ട് ഇതിനകത്ത് ഞാൻ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ദൈവം ഇന്ന് പുതിയതൊന്ന് തന്നാൽ അതിനകത്ത് നിന്ന് കർത്താവിനെ ശുശ്രൂഷിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ ദൈവത്തിനോട് അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്നലെ ക്രിസ്ത്യൻ ബ്രദർ പറഞ്ഞു കഴിഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച, കർത്താവേ ആരോഗ്യസ്ഥിതി ഇച്ചിരി മോശമാ, പനിയായിട്ടിരിക്കും 2-4 ദിവസമായിട്ട്, എന്റെ ദൈവത്തിന്റെ കൃപ എന്റെ മേൽ പകർന്നില്ലെങ്കിൽ ഇന്ന് എനിക്ക് ചോര നേരം ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. ഞാൻ ദൈവത്തോട് ഇന്നലെ കേട്ട വചന നിമിത്തം ഞാൻ ഒത്തിരി പറഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കും. എന്റെ ഹൃദയ ദിവസം പകരുക. ഇന്ന് രാത്രിയിൽ ഞാൻ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാ ദൈവങ്ങളെ ശുശ്രൂഷിക്കാൻ പോകുന്നത്. വരുന്ന 7 ദിവസം ഉപവാസത്തിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ആത്മാർത്ഥമായി പറയാൻ ഒരു കാര്യമുണ്ട്. അപ്പനോട് ഒരു കാര്യം ചോദിക്കുക, എന്നെ വിട്ട് പിരിയരുത്, ആ സാന്നിധ്യം എന്നെ വിട്ട് പിരിയരുത്, അതെന്റെ മേൽ ധാരാളമായി പകരണമേ എന്ന് പറഞ്ഞ് ഈ രാത്രി ദൈവമക്കളെ ചേർന്നിരുന്ന് ദൈവത്തോട് പറയും. ഉപവാസത്തിനകത്ത് ഇരുന്ന് നമ്മ ഒരു ചടങ്ങ് തീർത്ത് അല്ലെങ്കിൽ പ്രാർത്ഥന തീർത്ത് എഴുന്നേറ്റ് പോകുന്നതിലല്ല. ഇന്നൊരു സ്പെഷ്യൽ ഒരു അനോയിന്റിങ്, എല്ലാവരും പറഞ്ഞ പോലെ ഒരു പ്രത്യേക അഭിഷേകം, അത് ശുശ്രൂഷകയായിട്ടോ അല്ലെങ്കിൽ പ്രവാചകനായിട്ടോ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് അവിടുത്തെ തിരുമുഖം, ആ സാന്നിധ്യം, ആ പ്രകാശം അതെനിക്കൊന്ന് അനുഭവിക്കണം. ആ പ്രസൻസ് ഓഫ് ഗോഡ് അതെന്നിലേക്കൊന്ന് പകരണം. സ്തോത്രം.
ദൈവമക്കൾ ഇന്ന് രാത്രി അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഞാനൊരു ഡീപ്പ് ഒരു മെസ്സേജ് വളരെ സിമ്പിളായിട്ട് ഇന്നലെ കേട്ടതിന്റെ അനുപാതികമായി ഞാൻ ഏറെ നാൾ ശുശ്രൂഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണത്. അതിനോട് ചേർന്ന് കുറച്ചുകൂടെ വിശദീകരണത്തിൽ ഒരു വാക്ക് ഞാൻ പറയാം. പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിന്റെ 17 വാക്യം. എക്സഡസ് ചാപ്റ്റർ 33 വേഴ്സസ് 17. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. എന്തോ വായിക്കാമോ ആരേലും ഒരാള്? അതൊന്ന് തറവാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സൂം ഒക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടൊന്ന് വ്യത്യസ്തത പുലർത്തി കുറച്ചുകൂടെ ഒന്ന് കഥാവായിട്ടൊരു ഇന്റിമസി ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വചനം ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യിക്കുന്നത്. എനിക്ക് വായിക്കാൻ അറിയാൻ വേണ്ടല്ല. നിങ്ങൾ ആരെങ്കിലും ഒരു വാക്ക് ഒന്ന് വായിച്ചു. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ദൈവമക്കളെ, ആ വചനം ഒന്ന് ഹൃദിസ്ഥമാക്കിയിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് അതൊന്ന് ഏറ്റെടുത്തേ. നമ്മുടെ പേര് ആ വാക്കിനകത്തൊന്ന് ചേർത്ത്. യഹോവ മോശയോട് എന്നുള്ളടത്ത് യഹോവ ക്രിസ്റ്റിനോട്, യഹോവ ബിന്ദുവിനോട്, ഹാലലുയ ഹാലലുയ, യഹോവ അന്നാസിസിനോട്, ലിനിസിസിനോട് നേരിട്ട് പറയാം, ഞാൻ നിന്റെ വാക്കുപോലെ ചെയ്യും. കേവലം ഒരു മനുഷ്യനോടാണ് ദൈവം ഇത് പറയുന്നതെന്ന് ഓർക്കണം. ആമേൻ. കേവലം ഒരു മനുഷ്യനോടാണ് ദൈവം ഇത് പറയുന്നത്. ആ ഭാഗത്ത് നമ്മുടെ പേര് ചേർത്തിട്ട് പറ, യഹോവ ബിന്ദുവിനോട്, നീ പറയുന്ന വാക്കുപോലെ ഞാൻ ചെയ്യാം. ഓ ഹല്ലേലൂയ. ഒന്ന് ആ ഒരു അനുഭവം. ക്രിസ്ത്യൻ ബ്രദറെ, നിങ്ങൾക്ക് ഞാൻ ഒരു സ്നേഹിതയായതുകൊണ്ടും യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടത് കൊണ്ടും ഞാൻ ഒരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്താൽ, അപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ, നിങ്ങൾ എന്റെ സ്നേഹിതനായതുകൊണ്ട് എന്ത് ചെയ്യും? ഒരു ശ്രമം നടത്തും. പറ്റത്തില്ലേലും ഒരു ശ്രമം നടത്തും. ശരിയല്ലയോ? ശരിയാണ്. കാരണം എന്നാ കാര്യം? നിങ്ങൾ എന്റെ സ്നേഹിതനാ. ദൈവത്തിന്റെ കൃപയാൽ യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ നാം ഒരുമിച്ച് ചേർന്ന മനുഷ്യരായതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. സ്നേഹിതന് വേണ്ടി നമ്മുടെ പ്രാണനൊന്നും നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റിയില്ലേലും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു അരക്കൈ നോക്കും. ശരിയല്ലോ? ആമേൻ. സ്നേഹിതനാകൊണ്ടാണ്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത്, യഹോവ മോശയോട് പറയുകയാണ്, മോശെ, നീ പറഞ്ഞ വാക്കുപോലെ ഞാൻ നിനക്ക് ചെയ്തു തരാം. ഓ ഹല്ലേലൂയ. ലിനി സിസ്റ്ററേ, ആമേൻ. ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് പറയാ, നീ പറയുന്ന വാക്ക് ഞാൻ കേട്ടിട്ട് ഞാൻ ഇപ്പൊ ചെയ്തു തരാമെന്ന് പറയുന്ന ആ സെയിം ടോൺ അല്ലേ എന്റെ കർത്താവ്, അഖിലാണ്ടത്തിന്റെ ഉടയവൻ, ഭൂമിയെ ഭൂമണ്ഡലത്തെ സൃഷ്ടിച്ചവൻ, ഹല്ലേലൂയ, ആമേൻ, ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിച്ചവൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ആകാശത്തിന്റെ അളവെടുത്ത് അതിനെ വിരിച്ച ദൈവം, ദൈവത്തിന് മഹത്വം, ഭൂമിയിലെ വെള്ളത്തെയൊക്കെ തന്റെ കൈക്കുമ്പിളിൽ ഒതുക്കുന്ന ദൈവം, തന്റെ വാക്കിനാൽ ഈ ഭൂമിയെ ഉളവാക്കിയ ദൈവം. ഈ ദൈവം ആരാണെന്നൊന്ന് അറിഞ്ഞിട്ട് വേണം ഈ പദം ഒന്ന് കേൾക്കാൻ. ദൈവമക്കളെ, സകല ചരാചരത്തിന്റെ ഉടയവൻ, ഒരു വാക്കിന്റെ ശബ്ദം കൊണ്ട് ഭൂമിയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നവൻ, എല്ലാം ഉളവാക്കി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിനകത്തോ എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്ന വാക്കുകൊണ്ട് അവൻ ഭൂമിയെ ഭൂമണ്ഡലത്തെ സൃഷ്ടിക്കുന്നവൻ. ഓ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആ ദൈവം പറയുക, ഞാൻ നിന്റെ വാക്കുപോലെ, മോശെ നീ പറയുന്ന വാക്കുപോലെ ഞാൻ ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ ഭൂതവും ബാധയൊക്കെ വിട്ടുപോകാനും വേണ്ടി നമ്മൾ അധികം ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് തലേ കൈവച്ച് കുലുക്കി വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കണ്ട. പ്രിയപ്പെട്ടവരെ, ആഴമേറിയ ഒരു സ്നേഹിതനുമായുള്ള ബന്ധം പോലെ, ഒരു സ്നേഹിതയുമായുള്ള ഒരു ബന്ധം പോലെ, എന്റെ പ്രിയനുമായിട്ടൊരു ബന്ധം, ഒരഭേദ്യമായ ഒരു ബന്ധം. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കർത്താവുമായിട്ടുണ്ടെങ്കിൽ ആ വലിയ കൃപാവരങ്ങളിൽ പേരെടുത്തില്ലേലും ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടാവും. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന്റെ വിഷയത്തിൽ ഇത് തന്നെയാണ് ദൈവം പറയുന്നത്. എന്താണെന്ന് അറിയുമോ? എന്റെ സ്നേഹിതനായ അബ്രഹാം, എന്താണ് പേര് വിളിച്ച? എന്റെ ദൈവത്തിന്റെ സ്നേഹിതനെന്നേ. ആമേൻ. അബ്രഹാം ആ സ്നേഹിതനായതുകൊണ്ട് അവിടെ നിന്ന് പറയാ, ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ, ഈ ലോത്തിന്റെ ദേശം നശിപ്പിക്കാൻ പോകുമ്പോ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കുവോ? ഇല്ല കേട്ടോ, ഇല്ല ഇല്ല ഇല്ല, ഇടിവിധിക്കുവാങ്ങ്.
അല്ല, ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, അബ്രാമിന് അറിയാത്ര ഇല്ലെന്ന്. 40 ഉണ്ടെങ്കിൽ ആ ചോദ്യം ഒന്ന് ചോദിക്കണേ. ഞാൻ ഒരു വാക്ക് 40 ഉണ്ടെങ്കിൽ ഇല്ല, ഞാൻ നശിപ്പിക്കത്തില്ല. 30, 20, നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക, കർത്താവിനെ സമ്മതിപ്പിക്കുക. സ്തോത്രം. അവസാനം ഏതൊരു വിഷയത്തിനാ തന്റെ സ്നേഹിതനിരുന്ന് ഈ പിടിക്കുന്നതെന്ന് മനസ്സിലായി, ഈ മല്ല് പിടിക്കുന്നതെന്ന് മനസ്സിലായിട്ട് പറഞ്ഞു, നിന്റെ ആ സഹോദരനല്ലയോ, സഹോദരിപുത്രനല്ലയോ, ലോകത്തിന്റെ വിഷയമല്ലയോ, അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. സ്തോത്രം. ആമേൻ. ഈ മിനിറ്റ് തന്നെ ഒരു ദൂതനെ അങ്ങോട്ടേക്ക് വിട്ടേക്കോ. ഇന്ന് ഈ രാത്രി ചിലരുടെ വിഷയത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുകയും ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു ചെറിയ ഡീലിൽ അമ്മേൻ ഞാനതിന് കൈകാര്യം ചെയ്യാമെന്ന് പറയുന്ന ആ ആഴമുള്ള ബന്ധമുണ്ടല്ലോ, ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം ഒരു ദൈവത്തെ കാണാതെ നമ്മുടെ സ്നേഹിതനായി കൂടെ കൊണ്ടു നടക്കുന്നവനായി, സ്തോത്രം, കൂടെ ഏതൊരാവശ്യത്തിലും ഏത് കാര്യത്തിനും എന്റെ പ്രിയൻ എന്റെ കൂടെ ഉണ്ടെന്ന്, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അപ്പനുമായിട്ടൊന്ന് ചേർത്ത് പിടിക്കാമോ? സ്തോത്രം. ആരാധും കൂടെ ഓർത്തിട്ട് വേണേ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ആദമിന്റെ ഹവ്വയുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം, കൂട്ടായ്മയിൽ നടക്കാൻ വൈകുന്നേരത്ത് വെയിലാറുമ്പോ ഇറങ്ങി വന്ന് കയ്യെ പിടിച്ച് ചുറ്റിക്കറങ്ങി നടക്കുന്ന ദൈവം, ഈ ദൈവമാണ് സകലതും ഉണ്ടാക്കിയിട്ട് അവരെ സൃഷ്ടിച്ചത്. സ്തോത്രം. കൈകൊണ്ട്. ആമേൻ. ആ ദൈവം കൈക്ക് പിടിച്ച് നടത്തുന്നതും ചിരിച്ചോണ്ട് നടക്കുന്നതും അവരോട് സംസാരിക്കുന്നതും സംവാദിക്കുന്നതും ഇഷ്ടപ്പെടുന്ന ദൈവം. ദൈവമക്കളെ, ആ ദൈവത്തെക്കൊണ്ട് നമ്മൾ കേൾക്കുമ്പോൾ ഭീകര രൂപിയായ ഇപ്പൊ കൊല്ലാൻ നിൽക്കുന്ന ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ദൈവം നിന്നെ അടിക്കും. നമ്മൾ കേട്ട് ശീലിച്ചേക്കുന്നു കർത്താവിന്റെ കരഭാരമാകും. അയ്യോ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ഇതോടുകൂടെ സകലതും തരാതിരിക്കുമോ? അങ്ങനത്തെ ഒരു ദൈവം അല്ല ദൈവമക്കളെ. അവന്റെ കോപം ക്ഷണ നേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവ പര്യന്തമുള്ളത്. സ്വന്തം മകനെ ആരും കൊടുക്കത്തില്ലെന്നേ, ആ മകനെ വിട്ടുതരാൻ തയ്യാറാകുന്ന ദൈവം. ദൈവത്തിന് മഹത്വം, മഹത്വം, മഹത്വം. ദൈവമക്കളെ, കൊല്ലാനും തിന്നാനും പ്രാർത്ഥിച്ചില്ലേലും അടിക്കാനും വരുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. സ്തോത്രം. നീ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാന്നറിയോ? എല്ലാ ആവശ്യങ്ങളും പറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല, സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്ന, നമ്മുടെ ഇമ്പസ്വരം കേൾക്കുവാൻ, നമ്മൾ വർത്താനം പറഞ്ഞ് നടക്കുന്നത് കേൾക്കുവാൻ, നമ്മുടെ കൂടെ കൈക്ക് പിടിച്ചു നടക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ലേ? നമ്മൾ ആദ്യം ആരെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹിക്കുന്ന മനുഷ്യരോട് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ. അതിനാണ് ഈ പുതിയ നിയമസഭയ്ക്കകത്ത് റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, പിന്നെ കല്യാണം കഴിക്കാനായിട്ട് മുദ്രയിട്ടിട്ട് പോയ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ ആ വ്യക്തികളുടെ ഒരു ഉപമ പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ? സഭയും കർത്താവുമായിട്ടുള്ള ബന്ധത്തെ അങ്ങനെ കാണിക്കുന്നത് ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് അതിന്റെ അപ്പുറത്ത് കാണിക്കാനില്ല ഇന്ന് ഈ ഭൂമിയിൽ. മനസ്സിലായോ? അതിനകത്ത് ഒത്തിരി മാലിന്യങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിലും അന്നത്തെ കാലത്ത് കുറച്ചുകൂടെ പരിശുദ്ധമായിരുന്നു, പരിപാവനമായിരുന്നു. എന്നാൽ ദൈവമക്കളൊന്ന് ഓർത്തു നോക്കണം, എന്തായിരുന്നാലും വിവാഹം കഴിക്കാൻ ആത്മാർത്ഥമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭാര്യയും അല്ലെ ഒരു വധുവും വരനും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ വ്യക്തിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആരോട് സംസാരിക്കാനാ? തന്റെ പെണ്ണിനോട് സംസാരിക്കാനാ. ആ പെൺകുട്ടി ആരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? തനിക്ക് നിയോഗിക്കപ്പെട്ട മനുഷ്യനോട് സംസാരിക്കാനും വേണ്ടിയിട്ടാ. ഇതുപോലെയാണ് സഭയും കർത്താവുമായിട്ട്. കാന്തൻ എന്നാ വിളിക്കുന്നത്, കാന്തൻ. ഹല്ലേലൂയ. എന്റെ പ്രിയനെ, നിന്റെ പിന്നാലെ എന്നെ വലിക്കാം. ഉത്തമഗീതത്തിൽ പറയുകയാണ്, ഏറ്റവും ശ്രേഷ്ഠവും സരസ്വവുമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് സോങ് ഓഫ് സോങ്ങിനകത്ത്. അവൻ ശലോമോന്റെ ആ ഒരു കാലഘട്ടത്തിലെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് അതിനകത്ത് ഉപമിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല പ്രണയകാവ്യമാണത്. അതിനകത്ത് കൊടുത്തിരിക്കുന്നത്, എന്റെ പ്രിയനെ, നിന്റെ പിന്നാലെ എന്നെ വലിക്കാം. എന്നുകൊണ്ട് എനിക്ക് വേറെ എങ്ങും പോകണ്ട, എനിക്കൊരു പ്രാണപ്രിയനുണ്ട്, അവന്റെ പിന്നാലെ എനിക്ക് യാത്ര ചെയ്താൽ മതി. ഈ ഭൂമിയിൽ സകലതും എന്നെ വശീകരിക്കുന്ന, എന്നെ പിടിച്ചു കുലുക്കുന്ന അനേക വിഷയങ്ങൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ എന്നെ അതിനകത്തൊന്ന് പെടുത്തിക്കളയാൻ ശലോമോനെ, ആമേൻ, നിന്റെ കേദാര്യ കൂടാരത്തെക്കാൾ എനിക്ക് ദൈവം അഴക് തന്നിട്ടുണ്ട്. എനിക്കൊരു പ്രിയനുണ്ട്, ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാ. ദൈവത്തിന്റെ സ്തോത്രം. മനോഹരമായ ഇവിടെ കുഞ്ഞുങ്ങൾ ഗാനങ്ങളൊക്കെ ആലപിക്കുമ്പോൾ ദൈവങ്ങളെ സ്നേഹത്തെ കുറിച്ച് പറയണം. യേശുക്രിസ്തുവിന്റെ സ്നേഹം വലിയ സ്നേഹമാ, ആഴമേറി. ആ അപ്പൻ നമ്മളോട് സംസാരിക്കും, ആ പ്രിയൻ നമ്മളോട് മിണ്ടാൻ ആഗ്രഹിക്കുക. ഒന്ന് ആലോചിച്ച് ചോദിക്കുക, നമ്മളോട് മിണ്ടാൻ ആഗ്രഹിക്കുക. നമ്മളിവിടെ ആപ്ലിക്കേഷൻ കൊടുത്ത് അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെ കാര്യം നടത്തണം, ഇങ്ങനെ കാര്യം നടത്തണം, മക്കളെ പഠിപ്പിക്കണം, അവരെ കാനഡ വിടണം, അവരിപ്പോ യാത്ര ചെയ്തു, അവരുടെ കാര്യം നോക്കണം, അത് നോക്കണം, ഇത് നോക്കണം. ഏയ്, ഹല്ലേലൂയ. നമുക്ക് ലിസ്റ്റേ ഉള്ളു. ഏത് നേരത്തും ഒരല്പസമയം ആ പ്രിയന് നമ്മളോട് മിണ്ടാനുണ്ടോ എന്നൊന്ന് ആലോചിക്കാറുണ്ടോ?
പ്രാർത്ഥന മുറി വേണ്ട. ചുമ്മാ നടക്കുന്ന സമയത്ത് എന്റെ കർത്താവ് അങ്ങ് എന്തോ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നേ, എന്റെ പ്രിയൻ എന്നെ എന്നോട് മിണ്ടാൻ ഉദ്ദേശിക്കുന്നേ, ഒന്ന് പറയാമോ? നമ്മുടെ പ്രാർത്ഥനാ മുറികൾ ആമേ കർത്താവുമായിട്ട് സംസാരിക്കുന്ന, കർത്താവിന്റെ കൂട്ടായ്മയിൽ നടക്കുന്ന നിമിഷങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ആപ്ലിക്കേഷൻസ് വിട്ടിട്ട് കുറച്ച് സമയം അപ്പന്റെ സാന്നിധ്യത്തിനകത്ത് ഇരുന്ന് എനിക്ക് പ്രസൻസ് ഒന്ന് കാണണം. മോശ പറഞ്ഞതുപോലെ ഇത്ര വലിയ കാര്യമൊക്കെ എന്നോട് പറഞ്ഞില്ലേ? ആമേ സ്തോത്രം. നിന്റെ വാക്കുപോലെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞതുപോലെ ഒരു ചോദിച്ച ചോദ്യം ചെറിയ കാര്യമൊന്നും അല്ല ദൈവമക്കളെ. നിന്റെ വാക്കുപോലെ ഞാൻ പറഞ്ഞത് ചെറിയ കാര്യമൊന്നുമല്ല ചോദിച്ചേക്കുന്നത്. ആമേൻ. അത് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഏലിയാവിന്റെ പിന്നാലെ നടന്നൊരു എലീശ അവസാനം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഏലിയാവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണ്ടേ? ഈ നടപ്പെല്ലാം നീ നടക്കുന്നല്ലോ, ഒത്തിരി സ്ഥലങ്ങളെ നീ വിട്ട് ഉപേക്ഷിച്ചിട്ടാണ് നീ വരുന്നത്. കാര്യം അതിനകത്ത് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 2 രാജാക്കന്മാർ 1-ാം അധ്യായം പഠിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഏലിയാവ് എടുക്കപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് എലീശ ഇങ്ങനെ പിൻഗമിക്കുക. അവനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തെന്ന. എന്തോ പുള്ളിയുടെ പരിപാടി? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഏലിയാവിന്റെ കൈ കഴുകാനായിട്ട് കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനത്തെ പണ്ടത്തെ ഉപദേശമാരുടെ പുറമെ നടക്കുന്ന അമ്മമ്മമാരും എനിക്കറിയാം അച്ചാച്ചന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് ഒരാളാണ് കേട്ടോ. ചിലപ്പ സന്യാസിനി, മേപ്പാട ശോശാമാമച്ചി, ഇവരെല്ലാം സന്യാസിനി സമൂഹമാണ് എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്യാതെ കർത്താവിന്റെ വേല ചെയ്ത് ഇവിടുത്തെ പ്രായ അമ്മച്ചിമാർക്കൊക്കെ ചിലപ്പോൾ അറിയാമായിരിക്കും. ഇങ്ങനെ നടന്ന മനുഷ്യരാ. അപ്പൊ ഇവരുടെ പിന്നാലെ നടന്നിട്ട് ഇവരുടെ ബാഗും കൂടെ നമ്മുടെ കൈ തരും. നമ്മൾ ഇങ്ങനെ പുറകെ നടക്കും. അവരിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, അവർ നിൽക്കാൻ പറഞ്ഞാൽ നമ്മൾ നിൽക്കും. ഇങ്ങനെ ഒരു സീസൺ എനിക്കും ഉണ്ടായിരുന്നു. സ്തോത്രം. ശുശ്രൂഷയിലേക്ക് വന്ന സമയത്ത് ഒന്നും അറിയാത്ത കാലയളവിൽ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഈ അമ്മച്ചിമാരൊക്കെ പുറകിനെ നടക്കുമായിരുന്നു. എനിക്ക് ഇവരുടെ വായിൽ വരുന്ന വാക്കുകളൊക്കെ ഭയങ്കര ഇങ്ങനെ കേട്ടിരിക്കും. എത്ര മനോഹരമാത്. നമുക്ക് ആദ്യമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. അയ്യോ 2 ചാട്ടം ചാടിയാൽ നമ്മുടെ ജീവൻ പോകുന്ന പോലെ നമുക്ക് തോന്നും. സ്തോത്രം. അത്ര സംസാരം അവരുടെ കണ്ടുകെട്ടി ഭാഷയില വർത്താനം പറഞ്ഞു ഇരിക്കടി അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ പ്രാണം പൊരിയതുപോലെ ഫീൽ ചെയ്യും. പക്ഷേ നല്ലതാ അത്. എന്താ കാര്യം? കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നടന്നവനെ അടുത്ത മിനിറ്റ് വേറൊരു മെത്തേഡ്, വേറൊരു സീസൺ തുറക്കാൻ, വേറൊരു മേഖല ഓപ്പൺ ആക്കാൻ, ഹല്ലേലൂയ, തനിക്ക് പകരമായി ഒരെണ്ണത്തിനെ എഴുന്നേൽപ്പിച്ച ഒരു ഏലിയാവിനെ നമുക്കറിയാം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ രാത്രി നമ്മൾ ചെയ്യുന്നതൊന്നും ദൈവവേല നിമിത്തം കർത്താവിന് വേണ്ടി പ്രാണത്യാഗം ചെയ്യുന്ന അല്ലെങ്കിൽ അനവധി അടുത്ത് ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തതുകൊണ്ട്, അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുത്തതുകൊണ്ട്, അവരുടെ പാത്രം കഴുകി വെച്ചതുകൊണ്ട്, അവരെ ശുശ്രൂഷയിൽ ഒന്ന് സഹായിച്ചതുകൊണ്ട്, അവരുടെ ബാഗൊന്ന് ചുമന്നതുകൊണ്ട് അതൊന്നും നഷ്ടമൊന്നും ആകത്തില്ല കേട്ടോ. വരുന്ന സീസണിൽ വേറൊരു മേഖലയിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുമ്പോ നമുക്ക് വേണ്ടി ഇതുപോലെ ശുശ്രൂഷ ചെയ്യാൻ അനവധി ആൾക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ അനുഭവസാക്ഷി ആയതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ആ മേഖലയിലുണ്ട്. ഞാൻ രാത്രി രാമായണം ഈ പാസപ്പച്ചമാരൊക്കെ വിശ്രമിക്കാൻ എന്റെ വീട്ടിൽ കയറി വരുന്ന ഒരു കാലയളവുണ്ട്. ഇവരെല്ലാം വന്നിട്ട് വീട്ടിൽ വന്നിട്ട് വിശ്രമിക്കും. അന്ന് ഇതുപോലെ വാഷിംഗ് മെഷീനൊക്കെ കൊണ്ടുണ്ടോ. വീട്ടിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കി. വിശ്വാസി വന്നപ്പോഴത്തേക്ക് അടിച്ച് പുറത്താക്കി. വീടും ഇല്ല, കൂടും ഇല്ല, വാടക വീടാ. കഴിക്കണമെങ്കിൽ നേരം ചോദിച്ചാൽ കഴിക്കുന്നത്. തമ്പുരാൻ എന്തെങ്കിലും തന്നെങ്കിൽ ഭക്ഷണം കഴിച്ചെങ്കിലായി, കഴിച്ചില്ല. ഇതിനകത്ത് പങ്കുപറ്റാൻ കർത്താവിന്റെ ദാസമാരെ ദൈവം എന്റെ വീട്ടിലയക്കും. വാടക വീട്ടിൽ കിടക്കും. രാത്രി ജീപ്പിന്റെ ശബ്ദം കേൾക്കും. ഒരു സോമനുപദേശമുണ്ട്. ഇന്ന് അദ്ദേഹം അമേരിക്കയില. സ്തോത്രം. അദ്ദേഹം ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് മരിച്ച ഉമ്മച്ചൻ പാസ്റ്റർ പെരുമാവിനുള്ളത് ഇങ്ങനെ ഒത്തിരി ദൈവദാസന്മാർ ഒരു നിര തന്നെ എനിക്ക് പറയാനുണ്ട്. ഇവരെല്ലാം വിശ്രമിക്കാൻ എന്റെ വീട്ടിൽ കയറി വരും. എനിക്ക് ആകെ അറിയാവുന്ന, എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല. എന്റെ അമ്മ ആഹാരം ഉണ്ടാക്കുമ്പോൾ ഇവരുടെ വസ്ത്രം നനച്ചു കൊടുക്കും ഞാൻ. അവരവിടെ വിശ്രമിക്കുന്ന സമയത്ത് അവരുടെ സാധനങ്ങളെല്ലാം അടുക്കിപ്പെറുക്കി എടുത്ത് വെച്ചു കൊടുത്ത് അവരെ മനോഹരമായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യും. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഭക്ഷണം എടുത്തു കൊടുക്കാനും വിളമ്പി കൊടുക്കാനും അവരുടെ പുറകെ നടക്കാനും അവരുടെ വായിൽ നിന്ന് കേൾക്കാനും, അവരൊറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിലും അടുത്തു പോയിരുന്ന് ഞാൻ അവർ പറഞ്ഞത് കേൾക്കാനും അവരുടെ ചെരുപ്പ് തുടച്ചു വെക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ദൈവമക്കളെ. സ്തോത്രം. വിശ്രമിച്ചിട്ട് അവരെല്ലാം പോകുമ്പോ കുഞ്ഞെ ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും, നീ അനുഗ്രഹമായി മാറും. ഈ ഒരു വാക്ക് മതിയെന്നേ, എനിക്കത് മതി. സ്തോത്രം. എനിക്ക് വലിയ സംഭവമായില്ലെങ്കിലും ആ ഒരു ശബ്ദം, ആ ഒരു ബ്ലെസ്സിങ്സ് എന്റെ മേലെ ഒത്തിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്തോത്രം. എന്നെ കണ്ട ഭയങ്കര ഒരു സീരിയസ് പേഴ്സൺ ആണെന്ന് തോന്നുന്നു. ക്രിസ്ത്യൻ ബ്രദർ പറഞ്ഞ പോലെ തന്നെയാ. പക്ഷെ സത്യമായും എന്റെ ഹൃദയത്തിനകത്തുണ്ടല്ലോ ആർദ്രതയും സ്നേഹവും ദൈവപ്രവൃത്തിയും ഈ ദൈവമക്കളോടുള്ള കരുതലും എന്റെ മനസ്സിനകത്ത് എപ്പോഴും ഇരിക്കുകയാ. കാര്യം കഷ്ടത കണ്ടാൽ എനിക്ക് സഹിക്കുകയല്ല. ഒരു വ്യക്തി വേദനിക്കുന്നത് കണ്ടാൽ ഞാൻ ഓടി അവരുടെ കൂടെ ചെല്ലും. അവർക്ക് വേണ്ടത് സഹായം ഞാൻ ചെയ്യും. ഒരു വ്യക്തിയുടെ കാലുവേദന, കൈവേദന, എനിക്ക് ഒരു ലജ്ജയില്ല. ഞാൻ ഇപ്പോഴും അവരെ സഹായിക്കാൻ തയ്യാറാ. ഹല്ലേലൂയ. ഈ പ്രായത്തിൽ ഞാൻ അവൈലബിളാ.
എനിക്കൊരു പൊസിഷൻ കീപ്പ് ചെയ്ത് ജീവിക്കാനല്ല, അതിന്റെ അപ്പുറത്ത് ഞാൻ ക്രിസ്തുവിന്റെ ദാസിയായിരിക്കാൻ, താടിയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ തിരിച്ചു വരട്ടെ. അതിന്റെയൊക്കെ ബ്ലെസ്സിങ്സ് ഈ ഏലിയാവിൽ നിന്ന് പകരപ്പെട്ടപ്പോഴാ എലീശ അറിഞ്ഞ കാര്യം. പ്രസംഗിക്കാൻ അറിയത്തില്ല പുള്ളിക്ക്, ഇത്ര കാലം ശുശ്രൂഷ കണ്ടുപഠിച്ചിട്ടില്ല, ഇതൊന്നും ഇദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം അത് പ്രൂവ് ചെയ്ത കാര്യമാണ്. കാര്യം ഇതൊന്നും അല്ല പുള്ളി ലക്ഷ്യമിട്ടത്. പുള്ളി ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ പുറകിന് നടക്കുക. നിനക്കറിയാമോ, അവൻ ഏലിയാവിനെ എടുത്തു കൊള്ളപ്പെടാൻ സമയമായപ്പോ അവർ എത്തിച്ചേർന്ന് എരിക്കോവിൽ പറയും. അവിടെ ഒരു ബൈബിൾ കോളേജ് ഉണ്ട്. ആ ബൈബിൾ കോളേജിൽ അവരെല്ലാം പറയുകയാണ്, നീ ഇവിടെ ഇരിക്കും, ഇന്ന് രാത്രി ഏലിയാവിനെ എന്ത് ചെയ്യും? അവർക്കൊക്കെ പ്രൊഫസി ഉണ്ട്. അവർ ശുശ്രൂഷയിൽ അഗ്രഗണ്യന്മാരെ. ഇന്ന് രാത്രി ഏലിയാവിനെ ഇവിടുന്ന് കൊണ്ടുപോവാ. നീ അറിഞ്ഞായിരുന്നു പരിപാടി? ഞങ്ങള് പണ്ടേ അറിഞ്ഞ. സ്വന്തം ഈ എലീശ പറയാം, എനിക്കതറിയാം, നിങ്ങളും ഉണ്ടായിരിക്കും, വേണേ പിടിയുന്നു ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പാൾ ആക്കാവുന്ന ഞാൻ. സ്തോത്രം. പക്ഷേ എലീശ പറയാം, എനിക്ക് പറ്റത്തില്ല, ഞാൻ അതിനകത്തില്ല, നിന്റെ ജീവനാണ് ഞാൻ എന്ത് ചെയ്യത്തില്ല, നിന്നെ വിടത്തില്ല. ഒരു പ്രവചന ഓഫീസ് കൈകാര്യം ചെയ്ത് ഒരു കൂട്ടം ആൾക്കാരുടെ തലപ്പത്തിരിക്കാൻ വിളിച്ചേക്കോ. അതൊന്നും ഇവർക്ക് വിഷയമല്ല. ഗിൽഗാലിൽ നിന്ദി ഉരുട്ടിയ സ്ഥലത്ത്, ബത്തേല്, കൂട്ടായ്മയുടെ സ്ഥലം, എല്ലായിടത്തും ശുശ്രൂഷ വൃന്ദങ്ങളുണ്ട്. അവിടെ വേണമെങ്കിൽ അതിന്റെയൊക്കെ എന്ന് പറഞ്ഞ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ദേശാധിപതി അല്ലെങ്കിൽ അതിന്റെയൊക്കെ അധിപതിയായിട്ട് ആർക്ക് നിൽക്കാം? എലീശയ്ക്ക് നിൽക്കാം. എലീശ പറയും, ഇതൊന്നുമല്ല എന്നെ വിളിച്ചത്, ഞാൻ ഇതിനൊന്നും തയ്യാറല്ല, ഞാൻ പോവുക മുന്നോട്ട്. എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാമോ? അവൻ നിന്നാണ് എലിയാവിനോട് ഒരു വാക്ക് പറഞ്ഞു, നിന്നാണ്, നിന്റെ പ്രാണനാണ്. സ്തോത്രം. ഞാൻ നിന്നെ അങ്ങ് അനുഗമിക്കാം, പോകത്തില്ല. സ്തോത്രം. വിട്ടുപിരിയത്തില്ല. ഞാൻ അങ്ങ് വരിക. ഹല്ലേലൂയ. എന്നോട് മാറിപ്പോകാൻ പറയരുതേ എന്ന് പറഞ്ഞ് പുറകിന് രൂത്ത് പറഞ്ഞതുപോലെ, നിന്റെ പ്രാണനാണ്, നീ താമസിക്കുന്നിടത്ത് ഞാനും താമസിക്കും, നീ ഇരിക്കുന്നിടത്ത് ഞാനും ഇരിക്കും, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞ് സ്വീകരിച്ച് ഇറങ്ങി തിരിച്ച ഒരു പെണ്ണിനെ ഒന്നും കാണാതെ ഇറങ്ങിയവളെ മാനിച്ചൊരു ദൈവം, ഒരു ബോവസ്. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മുമ്പിൽ നാമായിരിക്കുന്നത്. രണ്ടും കൽപ്പിച്ചങ്ങ് പുറകെ നടക്ക. എന്തെല്ലാം കാര്യങ്ങൾ ഓഫേഴ്സ് മുമ്പിൽ വന്നിട്ടും ഇതൊന്നുമില്ലാതെ ഒരുവൻ ഇന്ന് രാത്രി എടുക്കപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ യാത്ര ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. അവസാനം യോർദാന്റെ അരികിലെത്തിയപ്പോ, അങ്ങോട്ട് പോയപ്പോ യോർദാനിൽ ഇവര് രണ്ടുപേരുണ്ട്. ആരൊക്കെയാ? എലീശായും ഏലിയാവും ഉണ്ട്. യോർദാനെ പിളരുന്നത് കണ്ണിന് കണ്ടോണ്ടാ പോയെ. ഒരു ശുശ്രൂഷ മാത്രമേ കണ്ടുള്ളൂ. എന്തുവാ? കയ്യിലിരിക്കുന്ന പുതപ്പെടുത്തോളം ഒറ്റ കീറി അവൻ അതിനെ രണ്ടായി പിളർത്തി കൊണ്ടുവന്നത് കണ്ട് സ്തോത്രം. ഭയങ്കര സന്തോഷം. കാര്യം ഇങ്ങോട്ട് ഇനി അങ്ങനെ വരുമെന്ന് പുള്ളി ചിന്തിച്ചില്ല. ഇനി അപ്പുറത്തോട്ടുള്ള യാത്ര 120 കിലോമീറ്റർ സഞ്ചരിച്ചു എന്നാണ് വേദപഠിതാക്കളുടെ അഭിപ്രായം. 120 കിലോമീറ്റർ നടക്കുക കേട്ടോ, കുഞ്ഞളിയല്ല. നടന്ന് പോകുക. എന്തിനു വേണ്ടിയാന്ന് അറിയാമോ? പുള്ളിയുടെ ഹൃദയത്തിനകത്ത് ഒരു ആഗ്രഹമുണ്ട്. ഇത്രയും നാൾ ഞാൻ ഈ നടപ്പ് നടന്നു, ഇദ്ദേഹം ശുശ്രൂഷിച്ചൊരു മേഖലയുണ്ടല്ലോ, ഇനി പുള്ളി പോകുന്നതിന് മുമ്പിലല്ല, പോകുന്ന സമയത്ത് അതിന്റെ ഒരളവ് എനിക്ക് കിട്ടണം. സ്തോത്രം. വേറെ ഒന്നും എനിക്ക് വേണ്ടെന്നേ. ബൈബിൾ കോളേജും വേണ്ട, പ്രവാചക ശിഷ്യന്മാരുടെ മേലധികാരിയായി ഇരിക്കട്ടെ, ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്കൊന്നും മതി. എന്താ? സ്തോത്രം. ഈ ഇരട്ടി പങ്ക്. ഹല്ലേലൂയ. ഈ പോക്ക് പോയി അവസാനം അവൻ, നിങ്ങൾക്കറിയാമോ, അഗ്നിമയ രഥത്തിൽ ഏലിയാവിനെ എടുത്തുകൊള്ളപ്പെടാൻ പോകുക. ഞാൻ ചുരുക്കട്ടെ, അഗ്നിമയ രഥത്തിൽ എടുത്തുകൊള്ളപ്പെടാൻ പോകുക. അവിടുത്തെ കാറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ആമേൻ. നിങ്ങളൊന്ന് നോക്കിക്ക. സ്ഥലത്ത് യോർദാന്റെ അക്കരെ ഏലിയാവ് പോകും. ആമേൻ. അവിടുന്ന് മേലോട്ട് പോകുന്ന നിമിഷമാണ് അദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള അഗ്നിമയ രഥങ്ങൾ, ചുഴലിക്കാറ്റും അവിടെ വന്ന് വീശുന്നുണ്ട്. ഈ കാറ്റത്തും ആമേൻ ഏലിയാവിന്റെ മുമ്പിൽ ഒരു വാക്ക് എലീശ പറഞ്ഞിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. എനിക്ക് എന്ത് വേണം? നിന്റെ ഇരട്ടി പങ്ക് വേണം എനിക്ക്. ഹല്ലേലൂയ. ഈ ഏലിയാവ് തിരിച്ചു പറഞ്ഞ മറുപടി ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ ചോദിച്ച കാര്യം പ്രയാസമുള്ളതാണ്. 2 രാജാക്കന്മാർ 2-ാം അധ്യായം വീട്ടിൽ നിന്ന് വായിച്ചാൽ മതി. 1-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായം ചേർത്ത് വായിക്കണം. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, നീ ചോദിച്ച കാര്യം വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ പോകുന്ന ഈ യാത്രയിൽ നീ എന്നെ കണ്ടാൽ ഇത് സംഭവിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നീ എന്നെ കണ്ടാൽ. അപ്പൊ ഈ കാഴ്ച എന്നുള്ള ഒരു വിഷയം മുമ്പിൽ കിടക്കുന്നത് കൊണ്ട് എന്റെ ചിന്ത, ഈ കാറ്റൊക്കെ അടിക്കുമ്പോ കണ്ണ് ചിമ്മത്തില്ലപ്പാ. സ്തോത്രം. ആ കണ്ണിനകത്തൊട്ട പൊടി അടിക്കപ്പെടും. കണ്ണ് ചിമ്മാതെ നോക്കുക, ഏലിയാവിനെ നോക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. കാര്യം എടുക്കപ്പെട്ടാലോ, കണ്ണ് വെക്കുമ്പോ പോയാലോ, ആ ഒരു ഭീതി. എങ്ങനെ പോകുന്നതെന്ന് അറിയത്തില്ല. ചുഴലിക്കാറ്റടിക്കുന്നുണ്ട്, അഗ്നിമയ രഥങ്ങൾ ഇറങ്ങി നിൽക്കുന്നുണ്ട്, ദൂത സഞ്ചയങ്ങൾ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ആ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിൽ തന്നെ നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഏലിയാവിനെ ചുഴലിക്കാറ്റ് പൊക്കിയെടുക്കുമ്പോ എലീശയ്ക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല. ആമേൻ. സ്തോത്രം. തന്റെ കൂടെ നിൽക്കുക. പക്ഷെ ചുഴലിക്കാറ്റ് ഏലിയാവിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ, അവനിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുമ്പോൾ, സ്തോത്രം, എലീശ വിളിച്ച് ആ
കാഴ്ച നോക്കി നിൽക്കുക. ഇതുവരെ ഒരു അഭിഷേകം കിട്ടിയില്ല, ഇതുവരെ ഈ പറഞ്ഞ കാര്യത്തിന് ഒരു മറുപടി കിട്ടിയില്ല, ഇതുവരെ ഈ പുറകിന് നടന്നതിന് യാതൊരു ഗതിയും കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. കൂടാഞ്ഞിട്ട് കുറെ ചുഴലിക്കാറ്റും പൊടിക്കാറ്റും തീയുമല്ലാതെ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു നന്മയും ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പോ സ്തോത്രം, ഹൃദയം വിങ്ങുന്നുണ്ടായിരിക്കും. അങ്ങേക്കരയിൽ കുറെ പേര് നോക്കി നിൽക്കുന്നുണ്ട്. അതിന്റെ തെളിവുകൾ ആ വചനത്തിൽ തന്നെയുണ്ട്. അങ്ങേക്കരയിൽ നോക്കി നിൽക്കുന്നുണ്ട്. ആമേ യോർദാനക്കരെ, ആമേ പ്രവാചക ശിഷ്യന്മാരെല്ലാം ഒരുപോലെ നോക്കി നിൽക്കുക. ഇവൻ എന്നെ സംഭവിക്കാൻ പോകുന്നേ, ഇവൻ എന്നെ അവർ പ്രവചിച്ച പ്രവചനം നടക്കുമോ? ആമേൻ, അടുത്ത മിനിറ്റ് ഏലിയാവ് എടുക്കപ്പെടും. ഇവന്റെ കാര്യം ഗതി എന്തായി തീരും? ഓ റബാന ജലാധന ശകത്തന രജാസി. ഈ ഒരു പ്രവചന വാക്ക് ഇതിനകത്ത് ക്രിസ്ത്യൻ ബ്രദറെ, ആമേ ചില ജീവിതങ്ങളോട് ദൈവം ഇടപെടുക. എന്തായി നോക്കും? ആമേ നോക്കി നിൽക്കുന്ന കുറെ പേര് അടുത്ത മിനിറ്റ് എന്തായി തീരും? ഇറങ്ങി തിരിച്ച് നാളിതുവരെ ആയി ഈ പുറകിന് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഒരു വിടുതലും കണ്ടിട്ടില്ല, ഒരത്ഭുതവുമില്ല, ഒരു അഭിഷേകവും കാണുന്നില്ല, ഒരു വീര്യപ്രവൃത്തി നടന്നില്ല. ദൈവത്തിന് സ്തോത്രം. ചോദ്യം ചെയ്യുന്നവരുടെ മധ്യത്തിൽ ആമേൻ അടുത്തൊരു മിനിറ്റ് സകല ചോദ്യങ്ങളുടെയും സകല വാക്കളുടെ മൊനയൊട്ടിക്കുന്ന ഒരു ദൈവപ്രവൃത്തി അടുത്ത നിമിഷങ്ങളിൽ ജനങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തും. മോൻസി ബ്രദറെ, നിങ്ങൾക്ക് വേണ്ടി ഈ വാക്ക് അത്ഭുതമായി വെളിപ്പെട്ടു വരുവാൻ ഞാൻ യേശുവിൻ നാമത്തിൽ ഈ രാത്രിയിൽ ഈ വചനത്തെ ഞാൻ ആമേ സ്തോത്രം വചനം അയച്ചവരെ വിടുവിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവ വചനത്തിന്റെ ആധികാരികത നിങ്ങളിൽ വെളിപ്പെട്ടു വരട്ടെ. നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ വാക്കുകളെ ആമേ വളരെ ക്രൂരമ്പുകൾ പോലെ ഉപയോഗിച്ച വ്യക്തികളുടെ മധ്യത്തിൽ ആമേ സ്തോത്രം ചിലത് ദൈവ അടയാളമായി മനുഷ്യൻ കാണത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ദൈവം ചിലത് ചെയ്യാൻ പോവുക. ചിലത് കാണത്തക്ക വിധത്തിൽ ദൈവം ചിലത് ചെയ്യും. ഒത്തിരി പ്രവചനം കേട്ടു, ഒരുപാട് ദൂത് കേട്ടു, പക്ഷെ കണ്ണിന് കാണുന്നില്ല. പ്രവചനങ്ങളുടെ ഇഷ്ടം പോലെ കൂമ്പാരമുണ്ട്. എന്നാൽ ഇവർ ചിലത് ഇവർക്ക് നിസ്സാരമെന്ന് തോന്നുന്ന, ഈ ജനം നിസ്സാരമായി കാണുന്ന ചിലത് ഒരു അത്യത്ഭുത മേഖലയായി വെളിപ്പെട്ടു. ഓ റബാന ശലതനാരക. പലർക്കും അത് നിസ്സാരമാ, പലർക്കും അത് നിസ്സാരമാ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ആ നിസ്സാരമെന്ന് തോന്നുന്ന ചിലതിനെ ദൈവം അത്യത്ഭുതമാക്കി മാറ്റി പേര് മാറ്റുന്ന ഒരു അനുഭവം. പേര് പ്രസിദ്ധമാക്കുന്ന, ഇന്ന് വരെ കേട്ട പേരല്ല, വേറൊരു മേഖല തുറന്നു വരുന്ന അഡ്രസ് ചേഞ്ചിങ് പോലെ ചിലത് പേര് മാറുന്ന അനുഭവം ദൈവ ജീവിതത്തിൽ വെളിപ്പെടുത്തും. നിന്റെ നിന്നതയും ഉരുട്ടി മാറ്റും. പലതും വേണ്ടെന്ന് പറഞ്ഞ് നിലനിൽക്കുന്നത് കൊണ്ട് റമനെ ദിരിക്കരാജലാദന പ്രഭാരകം ധനതല ദിഗനിഘട്ടകശിയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവങ്ങളെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ ഹല്ലേലൂയ. ഞാൻ തിരിച്ചു വരട്ടെ വിഷയത്തിലേക്ക്. ഈ ജനം നോക്കി നിൽക്കേ അലറി കൂവുന്ന ആ അനുഭവത്തിൽ നെഞ്ചത്തടിച്ചു വിളിച്ചു കൂവുക. താണ്ടെ ആമേൻ, ഇത്രയും നാൾ കൂടെ നടന്നിട്ട് ഞാൻ ചിലത് കണ്ടു. ഒരു വാക്ക് പറഞ്ഞു, ഒരു പുതപ്പ് വിട്ട് എന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്നതാ. ആ വ്യക്തിയായ ഞാൻ ഇന്ന് എന്നെ സംഭവിക്കുന്നത് സ്തോത്രം, എന്റെ തലയ്ക്കെന്ന് ഏലിയാവ് എടുക്കപ്പെടുക. എന്റെ മുമ്പിൽ ഇനി അടുത്തൊരു ആബാധലില്ല എന്നൊക്കെ തോന്നിക്കാണും. നിലവിളിച്ചുകൊണ്ട് എന്റെ പിതാവേ, ഇസ്രയേലിന്റെ തേരും തേരാളിയുമേ. ആമേൻ. അദ്ദേഹത്തെ കണ്ടിരിക്കുന്നത് എന്തായിട്ടാണ്? ഇസ്രയേലിന്റെ നായക പദവിയിലാണ് ഏലിയാവിനെ ആര് കണ്ടേക്കുന്നത്? എലീശ കണ്ടേക്കുന്നത്. ആ മനുഷ്യനാണ് നായകനായവനാണ് തന്നെ വിട്ടിട്ട് പോയേക്കുന്നത്. പോയ പോക്കിൽ എന്നാ കിട്ടി? മേലിൽ നിന്ന് ഒരു പുതപ്പ് വീണു. ഇത്രയും കാലം കൊണ്ട് നടന്ന ഒരു സാധനം മാത്രം താഴോട്ട് വീണിട്ടുണ്ട്. വീണത് എവിടെ വീണ് അടയ്ക്കുക? തന്റെ ആമേ സ്തോത്രം നേരെ അപ്പോതപ്പെടുത്ത് തോളിലിട്ട് വേദനയോടെ ഏലിയാവ് എടുക്കപ്പെട്ടു. ഇനി നിന്നിട്ട് കാര്യമില്ല, തിരിച്ചു പോകുക. ഇനിയാണ് താൻ ഒറ്റപ്പെടുന്ന അനുഭവം. ഇനിയാണ് തന്റെ അങ്ങോട്ട് പോയപ്പോ ഏലിയാവ് കൂടെ ഉണ്ട്. അടുത്ത നിമിഷം ഒറ്റപ്പെടല. അടുത്ത നിമിഷം എല്ലാ വിശ്വാസവും എല്ലാ പ്രത്യാശയും നഷ്ടപ്പെടുക. എല്ലാം കയ്യിന്ന് പിടിവിട്ടു പോകുക. ഓ ആ ഒരു മോമെന്റ്, ചില സൈലന്റ് ആയിട്ടുള്ള കുറച്ച് മോമെന്റ്സ് ഉണ്ട് കേട്ടോ. ഒന്നും മിണ്ടത്തില്ല തമ്പുരാൻ. നമുക്ക് തോന്നും, എന്താ കഥ ഒന്നും മിണ്ടാത്തെ, എന്താ ഈ വിഷയത്തെ ദൈവം ഇടപെടാത്തെ? പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, ആരാധിക്കാഞ്ഞിട്ടല്ല, ദൈവത്തെ വിളിക്കാഞ്ഞിട്ടല്ല, എന്തുകൊണ്ടപ്പ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോ. അദ്ദേഹത്തിന് അങ്ങനെ ചില പരിപാടിയുണ്ട്. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ചില നിമിഷങ്ങളൊക്കെ സംസാരിക്കാതിരിക്കും. ആമേൻ. ഒന്നും കേൾപ്പിക്കത്തില്ല. ഒരു സൈലന്റ് പീരീഡ് ആണ്. അതെല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷേ അത് കഴിയുമ്പോൾ വേറൊരു ലെവലായിരിക്കും. ആ ഒരു സീസൺ ഒന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ വേറൊരു മേഖല തുറക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം.
അത് ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കാം, അതൊരു സീസൺ ചേഞ്ച് ആയിരിക്കാം. സ്തോത്രം. ചില പ്രത്യേക വിഷയത്തിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നതായിരിക്കാം. നിങ്ങൾ ഉദ്ദേശിക്കും ചിലപ്പോ എന്നെ കർത്താവ് കൈവിട്ടു, എനിക്ക് ആരും സഹായത്തിനില്ല, തുണയായിട്ടില്ല, ദൈവവും ഇല്ല, ദൈവനുമില്ല, ആരുമില്ല എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകാം. പക്ഷെ ആ സീസൺ ഉണ്ടല്ലോ, ശാന്തമായിട്ടിരിക്കുന്ന ഒരു കാലയളവ്. വലിയ ശുശ്രൂഷ ചെയ്തിട്ട് ഏലിയാവ് ഇരുന്നില്ലേ? അതിശക്തമായി തീയൊക്കെ ഇറക്കിയിട്ട് പുള്ളിക്കാരൻ മിണ്ടാതിരിക്കേണ്ട ഗതികേട് വന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ചില സമയങ്ങൾ അങ്ങനെയാണ്. പർവ്വതത്തിൽ പോയി ഇരിക്കേണ്ടി വരും, തെരഫാത്തിൽ ഇരിക്കേണ്ടി വരും, ആർക്കും ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആയിരിക്കും, അല്ലെ കെരീത്ത് തൊട്ടിലൊക്കെ കാക്ക കിട്ടുന്നത് പിന്നോട്ടിരിക്കേണ്ട ഗതികേട് വരും. ഇങ്ങനൊക്കെ ചില സാഹചര്യങ്ങൾ എല്ലാ ശുശ്രൂഷകളുടെയും എല്ലാ ആത്മീയന്റെ ജീവിതത്തിലും ഉണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ ബഹളം ഉണ്ടാക്കി, അത് നടന്നേ പറ്റും, ഇത് നടന്നേ പറ്റും, ആ വലാതി വേവലാതി. നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ ഇങ്ങനെയൊക്കെ കാണിച്ചോണ്ടിരിക്കും. ഇതൊക്കെ ഒന്ന് വിട്ടിട്ട് ശാന്തമായി ഇരിക്കാൻ ആ സമയത്തും, അപ്പാ എന്നോടൊന്നും സംസാരിച്ചില്ലേലും ഞാൻ അങ്ങയുടെ വചനത്തിൽ ധൈര്യപ്പെടും. വേർഡ് ഓഫ് ഗോഡ് അല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്നത്. ആ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ച് അതിനകത്തങ്ങ് ശക്തിപ്പെട്ട് അതിനകത്തങ്ങ് ഇരിക്കാൻ പറ്റണം. സ്തോത്രം. നമുക്കൊന്നും പറ്റാത്ത ഒരു സീസൺ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, വചനം വായിക്കുക, ആ വചനവുമായിട്ട് അങ്ങ് ഇഴുകിച്ചേരുക. ആ സമയത്ത് ചിലതൊക്കെ ദൈവം നമ്മളോട് സംസാരിക്കും. ആ സമയത്ത് സ്റ്റോർ ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഭയങ്കര തിളക്കം അതിന് കേട്ടോ. നമ്മൾ പറഞ്ഞുണ്ടല്ലോ, നിമിഷം കൊണ്ടായിരിക്കും അത്ഭുതങ്ങളുള്ളതായി വരുന്നത്. നമ്മുടെ വിഷയത്തിൽ തമ്പുരാനൊന്നും ചെയ്തില്ല, നമ്മൾ ഇരുന്നെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഈ സമയത്ത് കിട്ടുന്ന വചനങ്ങൾ പറഞ്ഞു നോക്കാം, ആൾക്കാർ അപ്പൊ തന്നെ സൗഖ്യം പ്രാപിക്കുന്നതാണ്, ആ സ്പോട്ടിൽ വിടുതൽ കിട്ടുന്നത് കാണാം. അന്നേരം ഞാൻ ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്, കർത്താവ് അവരെ എല്ലാ നിമിഷവും കൊണ്ട് തമ്പുരാൻ വിടുവിച്ചു. ഇവിടെ ഇരിക്കാൻ തുടങ്ങി കുറെ കാലമായി അപ്പ. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു വാക്ക് കേട്ട് അവരങ്ങ് കണ്ണുടച്ച് വിശ്വസിച്ച് നടക്കുമെന്ന് പോലും ചിന്തിക്കാതെ വിളിച്ചു പോകുന്നത് സ്തോത്രം. പക്ഷെ അതൊക്കെ നിമിഷം കൊണ്ട് അത്ഭുതമായിട്ട് നടന്നിട്ട് ഞാൻ എന്റെ കാര്യത്തിലൊന്നും അനക്കൊന്നില്ലേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കും. ദൈവത്തിന് സ്തോത്രം. ചിലരൊക്കെ സാക്ഷ്യം പറഞ്ഞത് കേൾക്കുമ്പോ ഞാൻ അവരോട് മാത്രമേ ഉള്ളോ, എന്നോട് ഇതൊന്നും ഇല്ലേ പരിപാടി. സ്തോത്രം. ഇതൊക്കെ ഞാൻ ഇന്നലെ ഇത് നടന്നു, ഇന്നലെ ഇന്ന കാര്യം നടന്നു. ആഹാ, വർഷം 3-4 അപ്പ ഒരു പരിപാടി നടക്കുന്നില്ല. സ്തോത്രം. ദൈവമേ, ഹല്ലേലൂയ. ഇതൊക്കെ ദൈനംദിന ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാനൊരു അപ്രമാദിത്വ മേഖലയിൽ നിന്നുകൊണ്ട് അങ്ങ് ഹയർ ലെവലിൽ നിന്നിട്ടല്ല സംസാരിക്കുന്നത്. നമ്മൾ മനുഷ്യരാ. ഞാൻ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് പറയുന്നത്. ദൈവമക്കളെ, നാം എല്ലാവരും ഈ സാഹചര്യത്തിനകത്തൂടെ കടന്നു പോവുകയാണ്. നോക്കണമേ, തിരിച്ചു വരുമ്പോ കയ്യിൽ ഒരു പുതപ്പ്, നാളുകൾ ഏലിയാവ് ഉപയോഗിച്ചുകൊണ്ട് നടന്നൊരു സാധനം, അതും കൈവച്ചോണ്ടാണ് തിരിച്ചു വരുന്നത്. അഭിഷേകം ഒന്നും കേട്ട് കഴിവി പോലും ഇല്ല, ഒരു വാക്ക് പറഞ്ഞില്ല, തലേ കൈവച്ച് അനുഗ്രഹിച്ചില്ല, ശുശ്രൂഷ ഏൽപ്പിച്ചില്ല, ഒരു പരിപാടിയും ചെയ്തില്ല. ചെന്ന പോക്ക പോയേ. വലിയ പ്രതീക്ഷയായിരുന്നു ഇത്. ഹല്ലേലൂയ. കയ്യിലാകപ്പാടെന്നോ ഉണ്ട്, ഉപയോഗിച്ചുകൊണ്ട് നടന്ന എല്ലാത്തിനും കൂടെ കൊണ്ടു നടന്ന ഒരു പുതപ്പ്. ഏലിയാവിൽ നിന്ന് വീണ് കിട്ടി ഈ സാധനം കൊണ്ടാ തിരിച്ചു പോക്കാൻ. പോകുന്ന വഴിയിൽ അപ്പുറത്ത് അവിടെ നിപ്പുണ്ട് കുറെ കൂട്ടരെ, പ്രവചിച്ചവരാ. സ്തോത്രം. അവരുടെ പ്രവചനം നടക്കോ ഇല്ലയോ എന്ന് അറിയണം. യോനയൊക്കെ കാത്തു കടന്ന പോലെ ഇരിക്കുക. തിരിച്ചു വരുന്ന വഴി ഇവൻ എന്നാ ചെയ്യുമെന്ന് അവരും ചോദിക്കുന്നുണ്ട്. വന്ന വഴിയിൽ ഒരു സംഭവം നടന്നു, നിങ്ങൾ കേൾക്കണമേ. സ്തോത്രം. ഇങ്ങോട്ട് വരും, പുള്ളി പ്രസംഗമൊന്നും പഠിച്ചിട്ടില്ല, ഇത്രയും കാലം കൊണ്ട് ശുശ്രൂഷയൊന്നും പഠിച്ചിട്ടില്ല. തിരിച്ചു പോയ പോക്കില് ഈ എന്റെ ദൈവം എന്നൊന്നും പറയാൻ പോലും ശീലിച്ചിട്ടില്ല കേട്ടോ. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. ദാവീദ് പറയുന്നുണ്ട്, ദൈവമേ നീ എന്റെ ദൈവം. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ പറയും എന്റെ ദൈവമേ എന്നെങ്കിലും പറയും. അദ്ദേഹം അതൊന്നും, സംസാരം ഏറ്റവും കുറവും ആക്ഷൻ ഏറ്റവും കൂടുതലുള്ള പ്രവാചകൻ അദ്ദേഹം. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എലീശയെ ഒന്ന് പഠിച്ചു നോക്കാം. ഒരു എൻറ്റയർലി ഡിഫറെന്റ് ഒരു പേഴ്സൺ അദ്ദേഹം. ദൈവത്തിന് സ്തോത്രം. അധികം സംസാരമില്ല അദ്ദേഹത്തിന്, എല്ലാം ആക്ഷൻ. നിമിഷം കൊണ്ട് ആ സംഗതി ആക്ടിവേറ്റ് ആക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് രസം തോന്നിയത്. ഞാൻ ഒത്തിരി പഠിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. തിരിച്ചു വരുന്ന വഴിയിൽ നോക്കണേ, ഹല്ലേലൂയ, യോർദാന്റെ തീരത്ത് അപ്പോഴാ കണ്ടത്. മുമ്പേ അങ്ങോട്ട് പോയപ്പോ ആരുണ്ടായിരുന്നു കൂടെ? ഏലിയാവ് ഉണ്ടായിരുന്നു. ഇനി എന്നാ ചെയ്യും? കയ്യിലാപ്പാടെ ഒരു പുതപ്പുണ്ട്, ഇതും കൈ പിടിച്ച് ഇങ്ങോട്ട് വന്നപ്പോ കണ്ട ഒരു മെതേഡ് എന്തുവാ? ഒരടി അടിച്ച്. ഹല്ലേലൂയ. യോർദാൻ പിളർന്നത്. അന്നേരം ഇതൊന്നും ഓർത്തില്ല, ഈസി ആയിട്ടേക്ക് പോരും, തിരിച്ചെങ്ങനെ പോകുന്ന ചിന്തിച്ചില്ല. ദൈവമക്കളെ, ആ ആഴമേറിയ വിശ്വാസം അത് കേട്ടോ. കൈ പിടിച്ചിട്ട് ഒറ്റ അടി അടിച്ചിട്ട് ഏലിയാവിന്റെ ദൈവം എവിടെ? ദൈവത്തിന് സ്വന്തം എലീശയുടെ ദൈവം എന്നല്ല ചോദിച്ചേ, ഒറ്റ അടി ഏലിയാവിന്റെ ദൈവം എവിടെ? അപ്പുറത്തേക്കുന്നൊരു അമരല കണ്ടോ, ഇവൻ ഏലിയാവ് പോയിട്ട് ഏലിയാവിന്റെ പേരിലുള്ള ശുശ്രൂഷയാണ്. സ്തോത്രം. ഇവന് സ്വന്തമായിട്ട് തന്നെ ഇല്ല, കൃപയില്ല, കൃപാവരമില്ല, മറ്റുള്ളവരുടെ തടലിൽ ഇവൻ ജീവിച്ചു പോവാന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ഇതൊക്കെ നമ്മളും കേൾക്കുന്നത്. വെല്ലന്റെ നിഴലിലൊക്കെ എന്ത് ചെയ്യുക? അങ്ങനെ അങ്ങ് പോകുക. നോ, നമ്മുടെ പേര് ഇപ്പൊ അടുത്ത മിനിറ്റ് മാറാൻ പോവുക കേട്ടോ. അങ്ങോട്ട് പോയപ്പോ നിന്നെ
നിന്റെ തലയ്ക്ക് നിന്ന് ഏലിയാവിനെ കൊണ്ടുപോകും, നിന്റെ യജമാനെ കൊണ്ടുപോകും. നിനക്ക് വല്ല അറിയാവോ? നീ നീ നീന്ന് മാത്രമാണ് ഉപയോഗിച്ചേ. അങ്ങോട്ട് പോയപ്പോ പ്രവാചകന്മാരെല്ലാം ഇവനെ നീ എന്ന് വിളിച്ച ഏറ്റവും ഒരു ലീസ്റ്റ് ലെവലിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നേക്കുന്നത്. പക്ഷേ ഈ ഒരു സംഭവം നടന്നപ്പോ ഇവരാരും ഓർത്തില്ല ഈ ഒറ്റ വാക്ക് യോർദാൻ പിളരുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിന് ചെയ്യാൻ പറ്റും, എലിശയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് അവർ ചിന്തിച്ചില്ല. സ്തോത്രം. പക്ഷേ നോക്കി നിൽക്കാൻ യോർദാൻ എന്ത് ചെയ്തു? ആ മേൻ രണ്ടായിട്ട് അങ്ങ് പിളർന്നു. ഇതാണ് ഈ സാന്നിധ്യം ക്യാരി ചെയ്യുന്നവരുടെ ഹാലലിയ പ്രത്യേകത എന്ന് പറഞ്ഞ് അങ്ങ് പിളർന്നു. ഒന്നും നോക്കാതെ അങ്ങ് നടക്കുക. സ്തോത്രം. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എനിക്ക് ആ സാന്നിധ്യം, എനിക്ക് ആ ഇരട്ടി പങ്ക്, എനിക്ക് അഭിഷേകത്തിന്റെ വേറൊരു നില. സ്തോത്രം. ഈ പ്രസൻസ് ക്യാരി ചെയ്താൽ ഇങ്ങനെയൊക്കെയാ ചിലത് നടക്കുന്നത്. ആമേൻ. യോർദാൻ അങ്ങ് പിളർന്നു. നേരെ അങ്ങ് വെച്ചു പിടിച്ച ഈശ ഇദ്ദേഹം നേരെ അക്കരെ ചെന്നപ്പോഴത്തേക്ക് പ്രവാചക ശിഷ്യന്മാരിലൂടെ ചാടി ഓടി വരുന്ന ഒരു വരവേ. വിളിക്കുന്ന വിളി എന്നാന്നറിയോ? യജമാനനെ. ചൂണങ്ങ് മാറി, അഡ്രസ് അങ്ങ് ചേഞ്ച് ആയി. ഇത്രയും നേരം നീ 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 എന്നും പറഞ്ഞോണ്ടിരുന്നവർ കാരാഗ്രഹത്തിനകത്തേക്ക് പൗലോസിനെ ശീലാസിനെ തള്ളിക്കയറ്റുമ്പോ അടിച്ചു ചതച്ച് ആമേൻ അപമാനം പറഞ്ഞ് കേട്ടിവിടുമ്പോ പറഞ്ഞ വാക്കല്ല കാരാഗ്രഹ പ്രമാണി. ആമേൻ അകത്ത് നടന്ന ഒരു ഭൂകമ്പം, ഒരു ദൈവപ്രവർത്തി കഴിഞ്ഞപ്പോ വിളിച്ചത് യജമാനെന്നാ. ചിലവരുടെ സംസാര രീതി പോലും, നമുക്കെതിരെയുള്ള വാക്കിന്റെ ശബ്ദം പോലും, ട്യൂണ് പോലും ദൈവം മാറ്റിക്കാൻ പോവുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ബഹുമാനിക്കണ്ട. അറ്റ്ലീസ്റ്റ് അദ്ദേഹം ഒരു ദൈവ പൈതലാണെന്നെങ്കിലും ചിന്തിക്കാത്ത പലരുടെ മുമ്പിൽ ദൈവം എന്റെ അഡ്രസ് ചേഞ്ച് ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം ആര് പിടിച്ചില്ലെങ്കിലും ഞാൻ പിടിക്കും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നമ്മുടെ നിലവാരം ദൈവം മാറ്റും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമ്മുടെ നിലവാരത്തെ ദൈവം മാറ്റും. ഒറ്റ കാര്യം ചോദിച്ചാൽ മതി. ഞാൻ നിന്റെ വാക്കുപോലെ, നീ പറയുന്ന വാക്കുപോലെ ഞാൻ ചെയ്യും. ദൈവം പറയുന്നത് ഞാൻ ചെയ്യും. നമ്മൾ പറയുന്ന വാക്ക് കേട്ട് നമുക്ക് വേണ്ടി നിന്ന് പ്രവർത്തിക്കാൻ പോകുന്ന ഒരു ദൈവത്തെ ഒന്ന് കണ്ടേ. അതിലേക്ക് കർത്താവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഞാനും കർത്താവുമായിട്ട് ഒരുമിച്ച് നടക്കുക. എന്നെ പിരിഞ്ഞിപ്പിളിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്ന് ചിന്തിച്ചേ. സ്തോത്രം. എന്റെ വാക്ക് വിട്ടിട്ട് ഒരു കളിയില്ല എന്നൊന്ന് ചിന്തിച്ചേ. ഇവരെല്ലാം കൂടി പുതിയ ശുശ്രൂഷയുടെ തലമങ്ങ് തുറക്കപ്പെട്ടില്ലയോ? ഇനി ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പലായിട്ട് എവിടെ വേണേലും ഇവർ ഇരുത്തും. മനസ്സിലായോ? മുമ്പേ ഒരു ഓഫർ ആയിരുന്നു, ഇപ്പൊ അതല്ല. ഇപ്പൊ പഠിക്കാൻ എല്ലാം കൂടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോ. പിന്നീട് ഇദ്ദേഹത്തോട് ചോദിച്ചിട്ട പരിപാടികളെല്ലാം നടക്കുന്നേ. ആമേൻ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ആക്ഷേപിച്ചവരും നിന്ദിച്ചവരും എല്ലാം നേരെ തിരിഞ്ഞു വരും. ഈ സാന്നിധ്യം പേറി ഒന്ന് നടന്നു നോക്കാം. കർത്താവ് നീയായിട്ടുള്ള കൂട്ടായ്മയിലൊന്ന് നടന്നു നോക്കാം. അന്നേരം അറിയാം സംഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയാ, ഈ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്ന പൗലോസ് പറയാ, ക്രിസ്തുയേശുവിൽ എപ്പോഴും എല്ലായിടത്തും എല്ലായ്പ്പോഴും സൗരഭ്യവാസനയാകേണ്ടതിന് ദൈവനെ തെരഞ്ഞ് എവിടെ പോയാലും ഈ മണം പരത്തുന്ന. ആമേൻ. അത് അഹരോന്റെ താടിയിലേക്ക് ഒഴുകുന്ന ആ വിശേഷ തൈലം ഉണ്ടല്ലോ, അഭിഷേക തൈലം, ആ മണമില്ലേ, അതിന്റെ വേറൊരു വേർഷനും കൂടിയാണിത്. ഞാൻ നടക്കുന്നിടത്ത് എന്നിൽ നിന്നൊരു മണം, ഞാൻ പോകുന്നിടത്ത്, ഞാൻ നിൽക്കുന്നിടത്ത്, ഞാൻ ചിരിക്കുന്നിടത്ത്, ഞാൻ ഇടപെടുന്നിടത്ത് എന്നിൽ നിന്നൊരു മണം പൊട്ടിപ്പുറപ്പെടും. ഹല്ലേലൂയ. അതിപ്പം മാത്രം വന്നിട്ട് ഒരു നിമിഷം ചാടി നിന്ന് ആരാധിച്ചിട്ട് നിൽക്കുന്നതല്ല ഇത്. എവിടെ ചെന്നാലും എന്റെ അകത്തുനിന്ന് ഇത് പൊട്ടിപ്പുറപ്പെടും. ഞാൻ ഇടപെടുമ്പോൾ, ഞാൻ ഇരിക്കുമ്പോൾ, ഞാൻ നിൽക്കുമ്പോൾ, ഞാൻ പോകുമ്പോ, അമ്മേൻ, ഈ സാന്നിധ്യം ഒന്ന് ക്യാരി ചെയ്തൊന്ന് നടന്നേ ദൈവമക്കളെ. നിലത്തൊന്നല്ലെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോ. കർത്താവേ, ഞാൻ നിലത്തല്ലയോ, ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തിനകത്താണ് നടക്കുന്നത്. ആരും കാണത്തില്ല നമ്മുടെ കൂടെ, കേട്ടോ. അത് വളരെ ശ്രദ്ധിക്കണം. ഈ സാന്നിധ്യം പേര് നടക്കുന്നവരുടെ കൂടെ ഒറ്റയാൾ പട്ടാളങ്ങളാണ് മിക്കവാറുമില്ല. ആരും കൂടെ കാണത്തില്ല. ഇനി ഒന്നേ തന്നെ ഉണ്ടല്ലോ, സമയമാകുമ്പോ അവരെല്ലാം മാറി അവരുടെ വയലിൽ പോകും. ദാനിയേലിന്റെ കൂടെ പ്രാർത്ഥിക്കാനിരുന്ന് ഒരെണ്ണത്തിനെ കണ്ടില്ല വിടുതലിന്റെ സമയമായപ്പോ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാനൊക്കെ കൂടെ കാണും, ഉപവാസത്തിലും കൂടത്തെ കാണാം. പക്ഷെ ആ ഒരു പ്രത്യേക മൊമെന്റ് ഉണ്ടല്ലോ, ആരും കാണത്തില്ല. സ്തോത്രം. എല്ലാരും അവരവരുടെ വീട്ടിൽ കയറും. ദൈവം ഒറ്റയ്ക്ക് ചിലത് ശേഷിക്കേണ്ടി വരും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒറ്റയ്ക്കിരുത്തി കർത്താവ് ചിലതൊക്കെ പഠിപ്പിക്കുകയും പറപ്പിക്കുകയൊക്കെ ചെയ്യും. യോഹന്നാൻ അപ്പോസ്തലനായിട്ട് ഇത്രയും നാൾ ഇവിടെ ഇരുന്നപ്പോ ഒന്നും കിട്ടാത്ത വെളിപ്പാട് കിട്ടിയത് പത്മോസിൽ വെച്ചിട്ടാണ്. ഏകനായി അവിടെ കിടന്നപ്പോഴാണ് ഇത്രയും സഭയുടെ കയ്യിലിരിപ്പിതാണ്.
തനിക്ക് ദൈവം തമ്പുരാൻ തന്ന സഭക്കാരുടെ എല്ലാം കയ്യിലിരിപ്പ് ഇതാണെന്ന് വെളിപ്പെട്ടത് എവിടാ? ആ പത്മോസിൽ ഇരുന്ന നേരത്തിനാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ ഒറ്റപ്പെടുമ്പോഴാണ് പലതും വെളിപ്പെട്ട് കിട്ടുന്നത്. ശ്രേഷ്ഠമേറിയ ദൈവിക വെളിപ്പാടുകൾ ലഭിക്കുന്നത് ഒറ്റപ്പെടുമ്പോഴാ, ഒറ്റയ്ക്കാകുമ്പോഴാ, അല്ലെങ്കിൽ ഒറ്റയ്ക്കാക്കുമ്പോഴാ. കർത്താവ് ഇങ്ങനെ ഒരു സീസൺ നമുക്കൊക്കെ അനുവദിച്ചു തരാം. അതിന് പിറുപിറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ കൂടെ സ്നേഹിച്ചവര്, കരുതിയവര്, നമ്മളെ കൂടെ കൊണ്ടു നടന്നവരൊക്കെ തള്ളിക്കളഞ്ഞ ചില നിമിഷങ്ങളൊക്കെ ഉണ്ടാവും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവിടെയൊക്കെ അവിടുത്തെ സാന്നിധ്യം നമ്മുടെ മേൽ വെളിപ്പെടുത്തി കൊണ്ടുവരാൻ. ഞാൻ തിരിച്ചു വരട്ടെ എന്റെ വിഷയത്തിലേക്ക്. സ്തോത്രം. ഹല്ലേലൂയ. യഹോവ മോശയോട് എന്നോട് പറഞ്ഞേ, യഹോവ നമ്മളോട് പറയാണ്, നീ പറഞ്ഞ വാക്കുപോലെ ഞാൻ ചെയ്യാം. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. എന്റെ കാര്യം എന്നറിയാമോ? ഒറ്റ കാര്യം, ഗ്രേസ് ഗ്രേസ് ഗ്രേസ്. എനിക്ക് നിന്നോട് ഗ്രേസ് ഉണ്ടെന്നേ, കൃപ തോന്നി. ഈ മറിയയുടെ മേലെ കൃപ അങ്ങ് കിട്ടിയപ്പോഴത്തേക്ക് ആർക്കും നടക്കാത്തൊരു കാര്യമാണ് നടന്നത്. ചെറിയ കാര്യമല്ല കേട്ടോ. ഈ കൃപ എന്ന് പറയുന്ന ഒരു സാധനം ചെറിയ കാര്യമല്ല. ഒറ്റ വാക്കി ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഡെപ്ത് വേറൊരു തലം. അത് ഒരുവനോട് ഫേവർ, കൃപ, ഗ്രേസ് ഒക്കെ തോന്നുക എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ആ തലമുറയിൽ അവൻ സംതിങ് ഗ്രേറ്റ്. ദൈവത്തിന് സ്തോത്രം. ആ ജനറേഷനിൽ അവൻ വേറെ വ്യക്തിയായി മാറ്റപ്പെടും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. മോശെ പോലെ ഒരു പ്രവാചകൻ അതിന്റെ മുന്നിലും അതിന് ശേഷവും ഉണ്ടായിട്ടില്ല എന്ന് ദൈവവചന ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു വ്യത്യസ്തത പുലർത്താൻ ആഗ്രഹിക്കാത്ത ആരേലും ഉണ്ടോ ഇതിനകത്ത്? എന്നെ കേൾക്കുന്ന ആരേലും ഉണ്ടോ ഒരു വ്യത്യസ്തത പുലർത്താൻ ആഗ്രഹിക്കാത്തവര്? ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സംതിങ് ഗ്രേറ്റ് ആകണമെങ്കിൽ, ഒരു വ്യത്യസ്തത പുലർത്തണമെങ്കിൽ നമുക്ക് ചിലതിനു വേണ്ടി വില കൊടുക്കേണ്ടി വരും. നമുക്കെല്ലാം വലുതാകാനും ശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ ചെയ്യാനും ഇഷ്ടമാണ്. പക്ഷെ എന്തില്ല, ഈ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന, ഒന്ന് മെരുങ്ങി കൊടുക്കുന്ന, ഇതൊക്കെ വലിയ പാടാണ് നമുക്ക്, അല്ലയോ? ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ദൈവക്കളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ അടുത്ത മേഖല നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പോവാ? തുറക്കപ്പെടാൻ പോവാ. സ്തോത്രം. ഞാൻ ഇതിലേക്ക് വരട്ടെ. യഹോവ മോശയോട് നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഇനി അടുത്തൊരു പദമാണ് ഇതിനകത്തെ ഏറ്റവും, നിങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചത്. ക്രിസ്ത്യൻ അത് ഇംഗ്ലീഷിലൊന്ന് വായിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിട്ടൊരു വേറൊരു മേഖലയായിരിക്കും അത്. 17 verse. Exodus chapter 33 verse 17. And the Lord said to Moses, I will do Yes. the very things you have asked, because I am pleased with you, and I know you by name. എനിക്ക് എന്താ അറിയാം? നിന്നെ എനിക്ക് അറിയാം. I know you by name. അങ്ങനെ കൊടുത്തേക്കുന്നത്. ആമേൻ. ബൈ നെയിം. പക്ഷെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ നിന്നെ, മലയാളം വാക്ക് വളരെ 3-4 വേർഷൻ ഒന്ന് വായിച്ചാൽ അതിനകത്തോടെ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നതാണ്. അടുത്തറിയുമ്പോഴാ നമ്മുടെ തനി നിറം വെളിപ്പെട്ട് വരുന്നതെന്ന് പറയും. ഒന്ന് അടുക്കണം, അന്നേരം അറിയാം പാർട്ടി ആരാ. അങ്ങനെയല്ലേ പറയുന്നത്? ഒന്ന് അടുത്ത്. ശരി, നമ്മൾ എപ്പോഴും ഈസി ആയിട്ട് പറയുന്ന ഒരു വാക്കാണ്, ഒന്ന് അടുത്ത് നോക്കാം, അന്നേരം അറിയാം. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് അടുത്തറിഞ്ഞിട്ടും അങ്ങ് കൂടെ നടന്നിട്ടും തമ്പുരാന് ഭയങ്കര ഇഷ്ടപ്പെട്ട കക്ഷിയായിരുന്നു. ആര്? മോശ. നമ്മളെ കുറിച്ച് ഇങ്ങനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആമേൻ. നോക്ക്, കർത്താവ് പറയും, ഞാൻ നിന്നെ അങ്ങ് അടുത്തറിഞ്ഞു, അതുകൊണ്ടാണ് നിന്റെ വാക്ക് ഞാൻ എന്ത് ചെയ്യുന്നത്. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മളെ ഒന്ന് അടുത്തറിയാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ വാക്കൊക്കെ ഈ ബൈബിളിനകത്ത് കിടപ്പുണ്ടെന്നേ. ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. സ്തോത്രം. നമ്മളെ അടുത്തറിയുന്ന കർത്താവ്. ബിന്ദു, എനിക്ക് നിന്നെ അറിയാമെന്ന് കർത്താവ് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, ഞാൻ നിന്നെ ശുശ്രൂഷകാക്ക് ലോകരാൻ. ഇത് കേൾക്കുമ്പോ തന്നെ നമ്മൾ അങ്ങ് ഇല്ല താഴെ മേലും അല്ല. സ്തോത്രം. അപ്പൊ കർത്താവ് എന്റെ മുഖത്തോട്ട്, ബിന്ദു എനിക്ക് നിന്നെ അറിയാന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ നിന്നെ അടുത്തങ്ങ് അറിഞ്ഞേ. എത്ര ഗ്രേറ്റ് ആ വേർഡ്. നിനക്ക് ഇഷ്ടമുണ്ടോ ഈ വാക്കൊക്കെ ഒന്ന് കേൾക്കാൻ? ഇതൊക്കെ നമ്മളെ വചനത്തിനകത്ത് കിടക്കുന്ന കാര്യങ്ങളാ. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. മോശെ ഒരു കൂട്ടുകാരനാണോ? അതിന്റെ അപ്പുറത്തല്ലേ ഇത്? ഹാർട്ട് ടു ഹാർട്ട് അല്ലേ? ഹൃദയത്തോട് സംസാരിക്കുമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ക്രിസ്ത്യൻ ബ്രദറെ, ഇങ്ങനെ ആരേലും പറയുമോ നമ്മളോട്? ക്രിസ്ത്യനെ, എനിക്ക് നിന്നെ നല്ലതായിട്ട് അറിയാം കേട്ടോ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് നിന്നെ നല്ലതായിട്ട് അറിയാം, ഞാൻ എന്നാ ചെയ്യാൻ പോവാ, നീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നടത്തി തരാം. ജോലി സ്ഥലത്ത് ചെല്ലുമ്പോ നമ്മളിരുന്ന് കിടുകിട പറയും, ക്രിസ്ത്യനെ ഓക്കെ. പക്ഷെ ഇതുപോലെ ഒരു ഇന്റിമസി, എത്ര വലിയ ഡീപ്പ് റിലേഷനിൽ അത് പറയുന്നത് നോക്കിയേ. മോശേ, എനിക്ക് നിന്നെ അറിയാം മോനെ, ഞാൻ നിന്നെ അടുത്തറിഞ്ഞേക്കുവാ, അതുകൊണ്ട് നീ പറഞ്ഞ കാര്യം അങ്ങ് നടത്താം എന്ന് പറഞ്ഞാ
ഇവൻ വേറൊന്നും പറയത്തില്ല എന്ന് ദൈവത്തിന് അറിയാം. സ്തോത്രം. വേറൊരു പരിപാടി ഇവൻ ഇല്ല. ഇവൻ ഒറ്റ കാര്യം ഉണ്ടെങ്കിൽ ദൈവം, ദൈവമഹത്വം, ദൈവ സാന്നിധ്യം. വേറെ എന്തെല്ലാം ഉപേക്ഷിച്ചിട്ടായി ഇറങ്ങിയേക്കുന്നേ. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കാനുള്ള ആ ഒരു വലിയ ആ പ്രശംസാ കിരീടം, ആ വലിയൊരു പദവി, അന്നത്തെ കാലത്ത് ലോകരാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആ ഒരു ലെവല് വിട്ടിട്ട് ആർക്ക് വേണ്ടി ഇറങ്ങിയേക്കുവാ? എബ്രായ ലേഖന കർത്താവ് എഴുതി വെച്ചിരിക്കുന്നു, അവൻ വിശ്വാസത്താൽ ശിശു സുന്ദരനെന്ന് കണ്ടു. അവൻ വലുതായപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ഇസ്രയേൽ ജനത്തോടൊപ്പം ആമേൻ ക്രിസ്തുവിന്റെ നിന്ന ധരിക്കുന്നത്, നിന്ന വലിയ ധനമന്ദി അങ്ങ് ഇറങ്ങിയേക്കുവാന്ന്. ദൈവജനത്തോടൊപ്പം കഷ്ടം സഹിക്കുന്നത് മതി, എനിക്കത് മതി. ഒരു വലിയ സെക്കൻഡ് ഫറവോയായിട്ട് ഇരുന്ന് പേര് പ്രസിദ്ധി ആർജിക്കേണ്ട, എനിക്ക് ഒറ്റ കാര്യം മതി, ദൈവജനത്തോടൊപ്പം കഷ്ടം, മരുഭൂമിയാ, പ്രയാണമാ, നിന്ദയാ, അപമാനം, ഇതൊക്കെ അറിയാമെങ്കിലും അവന് കർത്താവിന്റെ ഹൃദയം അറിയാമായിരുന്നു. ആമേൻ. മോശേ, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. മദൻ കുമാർ ബ്രദർ, ഈ വാക്കൊന്ന് കേൾക്കണേ. ഞാൻ നിന്നെ അടുത്തറിയുന്നു എന്ന് കർത്താവ് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തൊരു ഗ്രേഡ് ഉണ്ടോ? ഇതിന്റെ അപ്പുറത്തൊരു വാക്കുണ്ടോ ബ്രദറെ? ഹല്ലേലൂയ. നിങ്ങളെ പലർക്കും അറിയത്തില്ല, നിങ്ങളെ പല മനുഷ്യർക്കും അറിയത്തില്ല. പലരും നിങ്ങളെ പുറമേ കണ്ടിട്ട് വീതി എഴുതി തള്ളുമ്പോ ദൈവത്തിന് ഇനി അറിയാമെന്നേ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇമേജാ പലരും തന്നേക്കുന്നേ. പക്ഷെ സർവശക്തൻ പറയാ, ഞാൻ നിന്നെ അടുത്തറിയുന്നു, നിന്റെ വാക്കുപോലെ ഞാൻ ചിലത് ചെയ്യാം. നീ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, ആമേൻ, അടുത്ത ചില നാളുകൾക്കകത്ത് ആമേൻ ചിലത് റിവീലായി പുറത്തു വരുമെന്നേ. അപ്പോഴറിയാം മദൻ കുമാർ ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ മനുഷ്യനാണോ? ഒരു വ്യത്യസ്തത പുലർത്തുന്ന വ്യക്തിയായ ദൈവം തന്നെ. നീ ഒറ്റപ്പെട്ട മനുഷ്യനാണ്. മറ്റുള്ളവർക്ക് ഒരുപാട് വ്യത്യസ്തത നിങ്ങൾക്കുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കുന്നു, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവത്തിന്റെ ഉടമയാണ്. വേറൊന്നും കൊണ്ടല്ല, കർത്താവിന്റെ ഹൃദയത്തോട്ടറിയാൻ ഒരു കൃപയുണ്ട് നിങ്ങളുടെ മേൽ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം ഇതിലെ അതിനു വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. അന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, നിന്റെ വാക്കുപോലെ ഞാൻ ചെയ്യാൻ പോവാ. നിന്റെ വാക്ക്, ഓ ദൈവദാസനെ, ഇനി വലിയ ശുശ്രൂഷയുടെ എനിക്ക് കർത്താവേ വലിയ ആഴമേറിയ ഭൂതത്തെ പുറത്താക്കുന്ന ശുശ്രൂഷ വേണ്ടെന്നേ. സ്തോത്രം. എന്നെ അടുത്തറിയുന്ന ഒരു ദൈവം, ഞാൻ പറയുക, മദൻ കുമാറിന് ഇതൊക്കെ ചെയ്തു കൊടുക്കണം. ആ ശരി, ഗ്രാൻഡഡ്. ലീലാമ്മച്ചിക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്തേക്കണം. ആ ഗ്രാൻഡഡ്. അത് സൈഡിട്ടങ്ങ് വേർതിരിച്ചേക്ക. ഓക്കെ ആണോ? ഹല്ലേലൂയ. സ്തോത്രം. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ജോയൽ ബ്രദറെ, ഇതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? അപ്പൊ ഒന്ന് അടുത്തൊന്ന് ജീവിക്കാൻ തുടങ്ങി. നമ്മുടെ വാക്ക് എനിക്കൊരു അപ്പച്ചനെ അറിയായിരുന്നു കേട്ടോ. ഞാൻ എന്റെ ഈ എക്സ്പീരിയൻസ് പറഞ്ഞു. പങ്കടത്തമ്പി എന്ന് അദ്ദേഹത്തിന്റെ പേര്. പങ്കടത്തമ്പി ജീവനോടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഏറെ നാളായി അദ്ദേഹത്തെ കണ്ടിട്ട്. മരിച്ചു കാണുമായിരിക്കും, കാര്യം അദ്ദേഹം ഏജിലായിരുന്നു അന്ന് തന്നെ. പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് വലിയ കാര്യങ്ങളൊന്നും പറയാനും കേൾക്കാനും ഒന്നുമില്ല. ഞാൻ ദൈവത്തിനോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് കയറി കണ്ടാലും ഉണ്ടാളും ഒരു വലിയ വെളുപ്പോ ഭയങ്കര വലിയൊരു മനുഷ്യൻ. പുള്ളി പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ കയ്യിൽ 1 രൂപയും കാണത്തില്ലായിരിക്കും, ഞാൻ ചിലപ്പോൾ നടന്നൊക്കെയാ പോകുന്നത്, പക്ഷേ ഞാൻ ദൈവത്തിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അപ്പാ ഞാൻ പോകുന്നിടത്ത് ഞാൻ പറയുന്ന അങ്ങ് നടത്തിയേക്കണം, അല്ലേ എന്നെ അവിടെ വിട്ടേക്കല്ലേ എന്ന്. സ്തോത്രം. അല്ലേ എന്നെ അവിടെ വിടല്ലേ. ഞാൻ പറയുന്ന കാര്യം അങ്ങ് നടന്നോണം. ഞാൻ പറയുന്ന ദൈവം ഉണ്ടെന്ന് അവിടെ തെളിയിച്ചേക്കണം. സ്തോത്രം. എപ്പോഴും അപ്പച്ചൻ പറയുന്ന ഒരു കാര്യം, ഞാൻ പറയുന്ന പോലെ നടക്കുമ്പോളെ എന്ന് പറയേ. ഞാൻ പറയാം, എന്റെ അപ്പച്ച എനിക്ക് പേടി, ആ വീട്ടിൽ കയറി നമുക്ക് അങ്ങനെ പറയാൻ പറ്റും, നീ ഒന്നും മിണ്ടായിരുന്നേ, ഞാൻ പറയുന്ന പോലെ അത് നടക്കുമെന്നേ. സ്തോത്രം. ഞാൻ ഈ എക്സ്പീരിയൻസ് ഒക്കെ ഒത്തിരി തൊട്ടറിഞ്ഞിട്ടുണ്ട് ഇവരുടെയൊക്കെ. കാരണം ഞാൻ എന്റെ ദൈവത്തോട് പറഞ്ഞിട്ടാ വന്നേക്കുന്നത്. എന്തോ ഒരു ധൈര്യമാ. ഞാൻ എന്റെ ദൈവത്തോട് പറഞ്ഞിട്ടാ വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ അവിടെ എന്റെ അപ്പച്ച വിടുവാൻ മിണ്ടല്ലേ, ക്യാൻസർ ഒക്കെ കൂടി ചാവാൻ കിടക്കുന്ന കേസാ, മിണ്ടല്ലേ അപ്പച്ച, അപ്പച്ച പറയല്ലേ, നമുക്കറിയത്തില്ല അയാൾ ജീവിക്കുമോന്ന്, അയാൾ അങ്ങേയറ്റം പറ്റിക്കിടക്ക, ഒന്നും മിണ്ടാതെ നീ അവിടെ ഇരി, ഞാൻ കാണിച്ചു തരാം. ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടാ വന്നെ, അല്ലെ എന്നെ ആ വീട്ടിൽ വിടത്തില്ലല്ലോ ദൈവം. സ്തോത്രം. പുള്ളിയുടെ വിശ്വാസം ആ തലത്തിലാ കേട്ടോ. അതുകൊണ്ട് പരിജ്ഞാനക്കേട് കാണിക്കണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. ചാടിക്കേറി നമ്മൾ വലിയ സംഭവമാകാൻ നോക്കരുത്. സ്തോത്രം. പക്ഷേ നമ്മൾ പറയുന്നത് കേൾക്കുന്ന ഒരു ദൈവമായിട്ട് അങ്ങ് ആ ദൈവത്തെ ഇങ്ങനെ അങ്ങ് കൂട്ടുപിടിച്ചേ. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ നിന്റെ വാക്കു പോലെ ചെയ്യും, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. അടുത്തറിഞ്ഞിരിക്കുന്നത്. എനിക്ക് ആ പദം ഭയങ്കര ഇഷ്ടം കേട്ടോ. നമ്മള് വളരെ അതിനെ ഇരുത്തി ഒന്ന് ധ്യാനിക്കണം. കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചുകൊണ്ടത് ഒരു വാക്കുണ്ട്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കുമെന്ന്. യോബ് ഒരുത്തൻ പറയാ, എല്ലാം നഷ്ടപ്പെട്ട് ഭാര്യ തള്ളിപ്പറഞ്ഞ് അങ്ങേയറ്റം പുഴുവരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ ചൊരണ്ടിക്കൊണ്ടിരുന്നോണ്ട് പറയാ, അപ്പൊ എന്നെ കൊന്നാലും ശരി ഞാൻ വിട്ടുപോകത്തില്ല, കാത്തിരിക്കും. സ്തോത്രം. തീർന്നോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. എന്താ ഇത്? ഇവിടെ തലവേദന വരുമ്പോഴേ ഇവിടെ തുടങ്ങും പരിപാടി. സ്തോത്രം. ദൈവം കാണുന്നില്ലയോ? ദൈവം കേൾക്കുന്നില്ലയോ? തമ്പുരാനെ ഇത് കേൾക്കുന്നില്ലയോ? ഞാനിത് പ്രാർത്ഥിച്ചു എനിക്കിതാണേ വിധി. ശരിയല്ലയോ? നമ്മളൊക്കെ നിസ്സാരമായിട്ട് എന്തേലും ഒരു ചെറിയ കാര്യത്തിന് തമ്പുരാനെ എന്ത് കുറ്റമാണ് പറയുന്നത്? ഒന്ന് ആലോചിച്ചു. എന്തോത്തിന് ഞാനിങ്ങനെ, ഇതാണ് ഈ മലാഖി പ്രവൃത്തി പറയുന്നത്. ഞാൻ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്ത് നടക്കുന്നതിന് എന്തോ കാര്യമാ. സ്തോത്രം. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചോ, നമ്മൾ വലിയ കാര്യം പറഞ്ഞു അത് പ്രാർത്ഥിക്കുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുന്ന മൊത്തം എന്താണെന്ന് അറിയാമോ? ദൈവത്തെ ഇരുന്ന് കുറ്റം പറയുന്ന കാര്യങ്ങളാ. സ്തോത്രം. കർത്താവ് ശ്രദ്ധ വെച്ച് കേൾക്കുക. ഈ അടുത്തറിയുന്ന കൂടെ നടക്കുന്ന ദൈവം കേട്ടോണ്ടിരിക്കാൻ നമ്മൾ ഈ പറയുന്ന പരാതിയല്ല. കഴിഞ്ഞ കാലങ്ങളിൽ ആ വലിയ അനർത്ഥത്തെ ഇന്ന് രക്ഷിച്ചത്, മരണം തലയ്ക്കും ഇതേ കടന്നുപോയപ്പോ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നത്. സ്തോത്രം. ആ കടബാധ്യത ജീവിതം തകർക്കുമെന്ന് തോന്നിയിടത്ത് വിടുവിക്കാൻ ദൈവത്തിന് മനസ്സ് തോന്നിയത്. സ്തോത്രം. തലമുറയ്ക്ക് ഒരു വഴിയില്ലായിരുന്ന സമയത്ത് ദൈവം നമ്പരാൻ അവർക്ക് വേണ്ടി പാതയൊരുക്കിയത്. ഓ ഹല്ലേലൂയ. അത്യത്ഭുതമായി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയത് ദൈവത്തിന് സ്തോത്രം. ഇവിടം വരെ എത്തിച്ചത്. ഇതൊക്കെ അങ്ങ് മറന്നിട്ട് പറയുക, പണ്ടത്തെ ആ ഉള്ളിയും ചിറ്റുള്ളിയും ഉണ്ടായിരുന്ന ഞങ്ങൾ അതൊക്കെ തിന്നോട്ട് ജീവിച്ചേനെയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മന്ന പൊഴിച്ചതും ലിവ്യാഥാന്റെ തല തകർത്ത് ആഹാരം കൊടുത്തതും മരുഭൂമിയിൽ ചെരുപ്പിടാതെ, ആമേ സ്തോത്രം, ചെരുപ്പൊന്നും മാറിപ്പോകാതെ ആ ഇറങ്ങിയ കാലത്തെ പോലെ തന്നെ അവരുടെ ചെരുപ്പിന് തേയ്മാനമില്ല, വസ്ത്രത്തിന് പൊടിയില്ല, വസ്ത്രം ചീത്തയാകുന്നില്ല. എല്ലാം ഈ വളരുന്ന ജനത്തിനൊക്കെ ഉടുതുണി വായിക്കാൻ പോകായിരുന്നെങ്കിൽ എന്തുവായന്? സ്തോത്രം. അവര് വളരുന്നതനുസരിച്ച് അവരുടെ വസ്ത്രം മാറേണ്ട ഗതികേടില്ലെന്നേ. അത്രയ്ക്ക് നിർമ്മലമായി ആ വസ്ത്രം വെട്ടിത്തിളങ്ങുമാറ് നടക്കുക. കാര്യം സഞ്ചരിക്കുന്നത് ദൈവത്തിന്റെ കൂടെയാ. ഓ, ഉടയവന്റെ കൂടെയാ. അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവന്റെ കൂടെയാ. ആമേ. വസ്ത്രമൊന്ന് കറപുരളാനും ചീത്തയാകാനും പറ്റത്തില്ലെന്നേ. ആമേ. കർത്താവ് എപ്പോഴും ആഗ്രഹിക്കും നമ്മുടെ കൂടെ വസിക്കാൻ. അതിനാണ് ഇമ്മാനുവൽ എന്ന് പേര് വിളിച്ച് ഭൂമിയിൽ ഇറങ്ങിയത്. ജനത്തിന്റെ കൂടെ വസിക്കാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് ബഹുമാനിക്കണം, സ്ഥാനം കൊടുക്കണം, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ജനത്തിൽ ഒരുവനായി നമ്മുടെ കൂടെ നടക്കാൻ, നമ്മളോട് സംസാരിക്കാൻ, നമ്മുടെ ഇടയിൽ പാർക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമുണ്ട്. നമ്മൾ ഒരു വലിയ വലിപ്പം കൊടുത്ത് ഒരു സ്ഥാനം കൊടുത്ത് ദൈവത്തെ അവിടെ ഇരുത്തിയിട്ട് ഇവിടെ ഇങ്ങോട്ട് ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി പദത്തിൽ ഇരുത്തിയിരിക്കുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം. മോശം, ഞാൻ നിന്നെ അടുത്തറിയുന്നു. നമ്മുടെ കൂടെ നടന്ന് നമ്മളെ അറിയുന്ന, നമ്മുടെ കൂടെ അടുക്കളയിൽ നിൽക്കുന്ന, നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ മേശയുടെ അടുത്തിരിക്കുന്ന, ഓ ഹല്ലേലൂയ, ആ ദൈവത്തെ ഒന്ന് കണ്ണിൽ കണ്ടേ. അപ്പൊ ദൈവം ഇരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഉറത്ത് നമ്മൾ ഇരിക്കാൻ തോന്നില്ല. നിന്റെ സ്നേഹിതൻ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഉറത്ത് നിനക്ക് ഇരിക്കാൻ തോന്നില്ല. നിന്റെ സ്നേഹിതൻ പറഞ്ഞ ക്രിസ്ത്യനെ അത് ശരിയല്ല, ജോലി അത് ശരിയല്ല, അതേക്കൂടെ മാറിയായിരുന്നേ. സ്തോത്രം. എന്താ കാര്യം? വഴി മാറ്റിക്കൊണ്ടു പോകുന്ന, നമ്മുടെ സ്നേഹിതന് ഇഷ്ടമില്ലാത്തടത്ത് ഇരിക്കാൻ, നമ്മുടെ സ്നേഹിതൻ അരുതാത്തെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കാത്ത ഒരു പ്രിയനെ എനിക്കറിയാം. ആ റൂമിനകത്തിരുന്ന സാന്നിധ്യം ഒന്ന് പ്രാപിച്ച ദൈവമക്കളെ, ഞാൻ നിന്നെ അടുത്തറിയുന്നു. നിന്റെ വാക്കുപോലെ ഈ രാത്രി ചിലരുടെ നാക്കിനെ കർത്താവ് അങ്ങ് ഉപയോഗിക്കട്ടെ. ചില രോഗശാന്തിക്കായി, ഭൂതങ്ങളെ പുറത്താക്കാനായി ആ നാക്ക് ഉപയോഗിക്കാം. നിന്റെ വാക്കുപോലെ ദൈവം ചിലത് ചെയ്യാൻ പോകുക. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി മുതൽ നമ്മളൊക്കെ ക്രിസ്തുവിന്റെ പകരക്കാരായി അങ്ങ് മാറാം. അടുത്തറിഞ്ഞ് ദൈവം നമ്മളോട് പറയാം, നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്തോളാം, നീ വിട്ടോളാൻ പറയും. ഓരോ വീട്ടിനകത്തോട്ട് കയറിക്കൂ, ഓരോ വ്യക്തികളെ നോക്കി കൈ ചൂണ്ടി പറ, ആമേ, ദേശങ്ങളെ അവകാശമാക്ക്. കാര്യം നീ പറയുന്നത് കേൾക്കുന്ന ഒരു ദൈവം, മുദ്രയിടുന്ന ഒരു ദൈവം. പക്ഷെ ആ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, ആ ഇന്റിമസി വേണം കേട്ടോ. ചുമ്മാതെ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് ആജ്ഞാപിച്ചാൽ ഇരിക്കുന്ന ഒരു ദൈവം അല്ല ദൈവം. മുമ്പേ പറഞ്ഞ പോലെ അടുത്തറിയണം. ഇനി അടുത്തൊരു കാര്യം കൂടെ, ഇവർ തമ്മിൽ നല്ലൊരു കോൺവെർസേഷനാ കേട്ടോ. സ്തോത്രം.
എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. എല്ലാം ഇങ്ങനെ മേലോട്ട് വായിക്കണം. അതൊക്കെ ഈ 33 ചാപ്റ്റർ ഒന്ന് ഇരുന്ന് വായിക്കണം കേട്ടോ. ഭയങ്കര സാന്നിധ്യം കിട്ടും നമുക്ക്. ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇങ്ങനെയൊക്കെ തമ്മി വീട്ടിക്കൊണ്ടിരിക്കുക. കോൺവെർസേഷനാണ് ഭയങ്കര. കർത്താവ് മോശമായിട്ട് അടുത്തിരുന്നൊക്കെ വർത്താനം പറയാം. എന്നിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു പദപ്രയോഗം നിങ്ങൾ നോക്കണമേ. ഒറ്റ വാക്ക് ഇതെല്ലാം അങ്ങോട്ട് അരളി ചെയ്തിട്ട് ഒറ്റ വാക്ക് മോശ ചോദിക്കുകയാണ്, സ്തോത്രം, എനിക്കൊരു കാര്യം ചെയ്യാമോ? നീ വലിയ കാര്യമൊക്കെ പറഞ്ഞല്ലോ, എന്നെ അടുത്തറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അടുത്ത വാക്ക് ചോദിക്കുവാണ്, എന്നാൽ ഒരു കാര്യം ചെയ്യും, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. ദൈവത്തിന് സ്തോത്രം. എന്നാ വേണം എനിക്ക്? നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണം. നിന്റെ മുഖത്തുനിന്ന് പുറപ്പെടുന്ന കാര്യം പിന്നീട് അത് മുഖമായിട്ട് മാറുന്നുണ്ട്. കർത്താവ് അതിനെ മുഖമായി പറയുന്നുണ്ട്. അപ്പൊ എവിടുന്ന പുറപ്പെട്ടത് തേജസ്? എവിടുന്ന? മുഖപ്രഭ എന്ന് പറയത്തില്ലേ, മുഖത്തുനിന്ന് പുറത്തു വരുന്ന തേജസ്. തേജസ് കാണിക്കാൻ പറഞ്ഞതിന്റെ ഇൻഡയറക്റ്റ് അർത്ഥം എന്നാന്നറിയാവോ? എനിക്ക് നിന്റെ മുഖം ഒന്ന് കാണണമെന്ന്. ആരുടെയാ? അഖിലാണ്ടത്തിന്റെ ഉടയവന്റെ മുഖം ഒന്ന് എനിക്ക് കാണണം. നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുള്ളൂ, കർത്താവ് എനിക്ക് എന്റെ മുഖം ഒന്ന് കാണണമെന്ന്? ദൈവത്തിന്റെ മുഖത്തോട്ടൊന്ന് നോക്കിയിട്ട് ഒന്ന് ചോദിച്ചു, അപ്പൊ എനിക്ക് ആ മുഖം ഒന്ന് കാണിച്ചു തരാവോ? ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ, സത്യമായിട്ട് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പൊ എന്നെ ഇങ്ങനെ എനിക്ക് ആ മുഖരൂപോ കയ്യോ ഈ എന്തേലുമൊക്കെ എന്നെ ഒന്ന് ആ തേജസ്സോ എന്റെ വീട്ടിനകത്ത് എന്റെ റൂമിനകത്തൊന്ന് കാണിച്ചു തരണം. കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എനിക്കൊന്ന് കാണിച്ചു തരണേ. ഞാൻ പറയാറുണ്ട്, ചോദിക്കണം ദൈവത്തിനോട്. ഇന്ന് രാത്രി വിശ്വസിക്കാമെങ്കിൽ നമ്മുടെ മുറിക്കകത്ത് ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കിടക്കെ വന്നിരുന്ന് വർത്താനം പറഞ്ഞ് പലരും പറയുന്ന എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കിതിന്റെ മുഖം ഒന്ന് കാണണം ദൈവമേ, തേജസ് കാണണമെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. തേജസ്. മോശയും കർത്താവും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് 40 പകലും മോശ കർത്താവിന്റെ കൂടി ഇരുന്നപ്പോ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോ മോശയുടെ മുഖത്തടിച്ച തേജസ് ഇസ്രായേലിൽ കാണാൻ പറ്റത്തില്ലായിരുന്നു. മൂടുപടം വിട്ടാന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്തോത്രം. എന്തൊരു ഒരു വ്യക്തിയിൽ നിന്ന് അങ്ങോട്ട് അടിച്ചത് വേറൊരു വ്യക്തിയുടെ മുഖത്ത് പതിച്ചപ്പോ അത് കാണാൻ പറ്റാത്ത പോലത്തെ തെളിച്ചമാണ്. അപ്പൊ ഈ ദൈവത്തിന്റെ തേജസ് ഒന്ന് ഓർത്തു നോക്കിയേ. ചോദിക്കാൻ എനിക്ക് നിന്റെ മുഖം ഒന്ന് കാണിച്ചു തരണം. ദൈവത്തിന്റെ സ്വന്തം. ഇന്നോട്ട് നമ്മൾ പ്രാർത്ഥന ഇതൊക്കെ ഒന്നും സ്റ്റൈലൊന്നും മാറട്ടെ. കർത്താവ് എനിക്ക് ആ ജോലി കിട്ടണം, എനിക്ക് ആ കാര്യം നടക്കണം, ഈ കാര്യം നടക്കണം, ഇതൊക്കെ വിട്ടിട്ട് കർത്താവ് സാന്നിധ്യവും ആ മേഖല തേജസ്സും ഈ 7 ദിവസത്തെ പ്രാർത്ഥനയിൽ ഇതൊക്കെ ഒന്ന് പറയാമോ? ദൈവം എനിക്ക് അവിടുത്തെ തേജസ് ഒന്ന് കാണണം. ഞങ്ങൾ ഈ ഉപവസിക്കുന്ന ഒരു വ്യത്യസ്തത ഞങ്ങളുടെ മേൽ വരണം. ഞങ്ങൾക്ക് അവിടുത്തെ മുഖം ഒന്ന് കാണണം. അങ്ങയുടെ പ്രസൻസ് ഒന്ന് ഫീൽ ചെയ്യണം. എന്റെ റൂമിൽ കർത്താവ് ഇറങ്ങി വരണം. ഞങ്ങൾ പറയുന്ന വാക്ക് നടക്കണം. ഇങ്ങനെയൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ ആ ലെവൽ ഒന്ന് വ്യത്യാസപ്പെടുത്താമോ? ദൈവത്തിന് സ്തോത്രം. ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കട്ടെ ദൈവങ്ങളെ. ഇനിയുള്ള 7 ദിവസം നിങ്ങൾ വ്യത്യസ്തമായിട്ട് ദൈവസന്നി വേറിട്ടിരിക്കുകയാണെങ്കിൽ ചിലത് സംഭവിക്കണം. ഐ ബിലീവ് ഇറ്റ്. അത് നടക്കും. ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് ചില ഡിഫറെന്റ് എക്സ്പീരിയൻസസ് എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ മേലുണ്ടാവും. ഹല്ലേലൂയ. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് കർത്താവിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കും. എല്ലാ ഉപവാസം പോലെ ആയിരിക്കത്തില്ല ഇത്. കാര്യം ഇത് തുടക്ക ദിവസം പരിശുദ്ധമ്മ നമ്മളോട് പറയുക, സ്തോത്രം, ഞാൻ നിന്നെ അടുത്തറിയുന്നു, എന്റെ തേജസ്. ആമേൻ. നീ ചോദിച്ചത് ഇച്ചിരി വലിയ കാര്യമാണ്. പക്ഷേ നീ കേൾക്കണ ഒരു കാര്യം, ഒരു വ്യത്യസ്തമായ നില ഞാൻ ആ വിഷയത്തിൽ ഇടപെടാൻ പോവുക. നീ പറയുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെ പറയുന്നുണ്ട്, അതിന് ദൈവം ഞാൻ എന്റെ മഹിമയൊക്കെയും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഗുഡ്നസ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷ കറക്റ്റ് അത് തന്നെയാണ്. എന്റെ മഹിമ, എന്റെ ഗുഡ്നസ് മൊത്തം ഞാൻ എന്ത് ചെയ്യാൻ പോവുക? നിന്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ പോവുക. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ സകല മഹിമയും ഒരു മുഖം കാണാൻ ചോദിച്ചപ്പോ പറയാ, എന്റെ ഗുഡ്നസ്. ഞാൻ ആരാ? ഞാൻ സൃഷ്ടിക്കുന്നവനാ. ഞാൻ നിന്നെ വാക്കോട്ട് ഉളവാക്കുന്ന ഈ ഭൂമിയിലെ സകല കാര്യങ്ങളെ ഉളവാക്കുന്ന ദൈവമാ. എന്റെ വാക്കിന്റെ പവർ ഇതാ, എന്റെ അധികാരം ഇതാ, എന്റെ കൈയുടെ ശക്തി ഇതാ, എന്റെ കണ്ണിന്റെ ബലം ഇതാ. ഞാൻ ശക്തിയുള്ള ദൈവം. യേശയ്യാപ്രവചനത്തിൽ വായിക്കുന്നു 40-ാം അധ്യായത്തിൽ ശക്തിയുള്ള ദൈവം, ശക്തിമാനായ ദൈവം. ദൈവത്തിന്റെ ഹല്ലേലൂയ ആ മഹിമ മൊത്തം ഗുഡ്നസ് നിറയെ ഞാൻ നിനക്ക് വെളിപ്പെടുത്താൻ പോകും. ആ റൂമിനകത്തേക്ക് ആ ദൈവ സാന്നിധ്യം, ആ ഗുഡ്നസ് ഇറങ്ങുന്ന ഒരു മൊമെന്റ് ആയി മാറട്ടെ. ദൈവമായിട്ടൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും ദൈവമക്കളെ. ഈ ഒരു നിമിഷം ദൈവം പറയുന്ന വാക്കായത്.
ഞാൻ മോശെ ഈ അവർ തമ്മിലുള്ള കോൺവെർസേഷനകത്ത് എത്ര ഡീപ്പ് വാക്കുകൾ ഉപയോഗിക്കുന്നത് നോക്ക്. എനിക്ക് നിന്നെ അടുത്തറിയാം, അടുത്ത മിനിറ്റ് ഒറ്റ ചാടി വീട് പറയാം, എന്നാ പിന്നെ ഞാൻ പോയി കാണിച്ചേക്കാൻ. സ്തോത്രം. ഉടനെ കർത്താവിന്റെ മറുപടി, നീ മുഖമല്ലേ വെച്ചോളൂ, ഞാൻ എന്റെ ഗുണ്ടസ് മൊത്തം അങ്ങ് കാണിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. എത്ര മനോഹരമാവടക്കെ, എത്ര മനോഹര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ദൈവദാസൻ അതുപോലെ അങ്ങ് പറഞ്ഞേക്കാം. മോശയുടെ എക്സ്പീരിയൻസ് മോശ തന്നെ എഴുതിയേക്കാം. സ്തോത്രം. എന്റെ മഹിമയൊക്കെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്നിട്ട് പറയുകയാണ്, സ്തോത്രം, യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. എന്റെ കാരണം എന്നാന്നറിയാമോ? അവിടെ വേഴ്സ് 19 കൊടുത്തിരിക്കുന്നു, അതിനവൻ, ഞാൻ എന്റെ മഹിമയൊക്കെ നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. ഓ ഹല്ലേലൂയ. എന്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പിൽ കൂടെ ഞാൻ കടത്തി വിടും. എന്റെ നാമത്തെ, എന്റെ മഹിമയെ ഞാൻ ഘോഷിക്കാൻ പോകുക. കേവലം ഒരു മനുഷ്യനോട് ദൈവം കാണിക്കുന്ന പ്രതിബദ്ധത. നീ ചോദിച്ചതിന്റെ അപ്പുറത്ത് ചില കാര്യങ്ങളൊക്കെ ഞാൻ നിന്നെ നടത്താൻ പോകുക. ഇന്ന് തൊട്ട് നമ്മുടെ ഈ ഭൂമി മണ്ഡലം വിട്ടിട്ട് സ്വർഗത്തിലുള്ള ഉയരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അതോടുകൂടി ഇതൊക്കെ കിട്ടുമെന്നേ. എന്റെ രാജ്യം നീതി അന്വേഷിക്കുക, ദൈവരാജ്യം വരണമെന്ന് പ്രാർത്ഥന. ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ട്, പക്ഷെ അതൊന്ന് വ്യാപൃതമാകുവാൻ, അതിനകത്ത് നമ്മുടെ കോൺട്രിബ്യൂഷൻ വെളിപ്പെടാൻ, അതിനെ വിശാലമാക്കാൻ നമ്മൾ നേപ്പിച്ചോണ്. വായിക്കാം, യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവരോട് ഞാൻ കൃപ ചെയ്യും. കാരണം കാണിപ്പാൻ എനിക്ക് അതിനകത്തൊരു കാര്യമുണ്ട് കേട്ടോ, ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്, എനിക്ക് മനസ്സുള്ളവരോട് ഞാനിത് ചെയ്യും. അപ്പൊ കർത്താവിന്റെ മനസ്സിനിണങ്ങിയ വ്യക്തിയായിട്ട് മാറാം. ഈ പൗലോസ് എപ്പോഴും ശുശ്രൂഷ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം, ക്രിസ്തുവിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? മനസ്സലിവ് ഓർപ്പിച്ചു. അപ്പൊ ക്രിസ്തുവിന്റെ മനസ്സ് ആർക്കറിയാം? ദാവീദിനെ കുറിച്ച് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. മോശപ്പുറ അവന്റെ സൗമ്യത അവനെ വലിയവനാക്കി. നാക്കെടുത്താൽ അവിടുന്ന് കൽപ്പലകയൊക്കെ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ജനം കാളക്കുട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒറ്റ നിമിഷം കൊണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോ കർത്താവിന്റെ കൈ കൊണ്ട് എഴുതിയ സാധനം അടിച്ച് പൊട്ടിച്ച് തരിപ്പണമാക്കി, ഒറ്റ കൈ കൊണ്ട് ഒറ്റനെ അടിച്ച് കൊന്നു കളഞ്ഞ്. എന്തായാലും പറയാം അവന്റെ സൗമ്യത. സ്തോത്രം. ഒയ്യോ, എന്ത് സാക്ഷ്യമാണ് ഇതൊക്കെ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ചലനമല്ല ദൈവത്തിന്റെ. നമ്മൾ ഈ പുറം ഔട്ടർ അപ്പിയറൻസ് കണ്ടിട്ട് ഒറ്റ വിധി അങ്ങ് വിധിക്കുക. അവന്റെ പണി ഇതാ. മോൻ, ഇങ്ങനൊക്കെയല്ലേ നമ്മുടെ ഡയലോഗ്. എനിക്ക് അവനെ അറിയാവുന്നേ. അവനാ പണ്ട് കൽപ്പലക എറിഞ്ഞുടച്ച പുള്ളിയല്ലേ? നോ, അതൊന്നും അല്ല ദൈവം ചെയ്തേ. മോശയുടെ സൗമ്യത, അവനെ പോലെ സൗമ്യനാരുണ്ട്? ഞാൻ നേരിട്ട് സംസാരിച്ചു പോലെ, നിനക്ക് എന്നെ പേടിയില്ലാഞ്ഞെന്നാ സ്വന്തം പെങ്ങളോട് ചോദിച്ചു. ആ മിർയാമിനോട് ആരോനോട് കുറ്റം പറഞ്ഞപ്പോ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്നെ പേടിക്കാഞ്ഞേ? ഞാനും അവനുമായിട്ട് നേരിട്ട് സംസാരിച്ച വ്യക്തിയാ. ദൈവം ചോദിച്ച ചോദ്യമായത്. അവനെ പോലുള്ള ഒരുത്തനെതിരെ വിരലിവിട്ടാൻ നീ എന്നെ മേടിക്കായിരുന്നേ? നിനക്ക് ഭയം തോന്നിയില്ലേന്ന്? സ്തോത്രം. അത്ര ദൈവസാക്ഷിയാക്കി മാറ്റിയ ഒരു മനുഷ്യൻ. കർത്താവ് സ്വന്തം കൈ കൊണ്ട് ശവടക്കം നടത്തി വിളിയാന്നേ. അതിൽ കൂടുതൽ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. കർത്താവ് ശവടക്കം നടത്തിയ മനുഷ്യൻ. കാര്യം ഫറവോയ്ക്കൊക്കെ കിട്ടുന്ന അത് തന്നെയായിരുന്നു സംഭവം. ഭയങ്കര രാജകീയ പദവി. ആ ചക്രവർത്തി പദത്തിൽ തന്നെയാണ് അവരെ അടക്കം ചെയ്യുന്നത്. അവരുടെ സ്വർണം, അവരുടെ കിരീടം, അവരുടെ സകല സംഭവമായിട്ട് സിംഹാസനസ്ഥനായിരിക്കുന്ന ആ ഡിക്റ്റോയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അടക്കുന്നത്. അതുകൊണ്ടാണ് ഈജിപ്റ്റ് പിരമിഡുകൾ അന്വേഷിക്കരുതെന്ന് ഈ ഫെയറി കഥകളൊക്കെ പറഞ്ഞു വരുത്തുന്ന കാര്യങ്ങൾ എന്നാന്നറിയാമോ? അതിനകത്ത് ഭൂതമുണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ട് മറ്റേതമാണ്. എന്താ കാര്യം എന്നറിയാം? ഇവരുടെ സകല സമ്പത്തോടു കൂടിയാണ് അവരെ അടക്കുന്നത്. അപ്പൊ ഈ സ്വർണവും ഈ ഇഷ്ടം പോലെ ധനങ്ങളും അതിനകത്തുണ്ട്. ഇത് കൈ തൊടാനായിട്ട് മറ്റുള്ളവർ വരരുത്. അതിന് വേണ്ടിയിട്ട് ഈ കഥകളെല്ലാം, മന്ത്രവാദ കഥകളെല്ലാം പരത്തിക്കുന്നത്. സ്തോത്രം. മനസ്സിലായി? ഇതാണ് ആര് ഉപേക്ഷിച്ചേ? മോശ. അപ്പൊ കർത്താവ് റിവാർഡ് ചെയ്തപ്പോ പറഞ്ഞു, ഇതെല്ലാം ഇട്ടിട്ട് ഇറങ്ങിയല്ലയോ നീ? നമ്മൾ തമ്മിൽ അടുത്ത അടപടിയ ഒരു മനുഷ്യനല്ലേ? നിന്റെ ശവടൊക്കെ ഞാനങ്ങ് നടത്തിക്കോളാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സ്തോത്രം. തിരിച്ചു വരാം വിഷയത്തിലേക്ക്. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവരോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവരുണ്ട്. നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ. 20-ാമത്തെ വാക്യം, വേഴ്സ് 20. 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല എന്നും അവൻ കൽപ്പിച്ചു. അടുത്തൊരു വാക്യം. ഇതാ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നിൽക്കണം. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എന്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും.
പിന്നെ എന്റെ കൈ നീക്കും, നീ എന്റെ പിൻഭാഗം കാണും, എന്റെ മുഖമോ കാണാവതല്ല എന്ന് യഹോവ അരുളിച്ചെയ്തു. എന്തൊരു ഓപ്ഷനാ ഇത്! എന്റെ മുഖം കണ്ടിട്ട് നിങ്ങൾ നീ ജീവനോടെ, ഒരു മനുഷ്യന് ജീവനോടിരിക്കത്തില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഇവിടെ അടുത്തൊരു പാറയുണ്ട്. ആ പിളർന്ന പാറയുടെ മറവിൽ ഞാൻ നിന്നെ ഇരുത്താം. നീ അതിനകത്ത് ഇരിക്കണം. പിതാവാന്റെ മുമ്പിലേക്ക് കയറി വരാൻ പുരോഹിതന് മാത്രമായ ഒരു അനുവാദന, കൃപാസനത്തോട് കയറി വരാൻ പുരോഹിതന് മാത്രം അനുവാദം ഉള്ളിടത്ത്, ആമേൻ, മഹാപുരോഹിതനായ, ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തു യാഗമായി, ആമേൻ, പിളർന്ന പാറയായി അങ്ങ് മാറ്റപ്പെട്ടു. അവരെ അനുഗമിച്ച ആത്മീയ പാറ ക്രിസ്തു അത്രേ. യുഗങ്ങളുടെ പാറയായ ക്രിസ്തു പിളരപ്പെട്ടു. എന്നിട്ട് പറയുക, ആമേൻ, സൗരഭ്യവാസന അർപ്പിക്കാൻ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ആ കൃപാസനത്തിൽ കയറാൻ പുരോഹിതന് അനുവാദമുള്ളൂ. ദൈവസന്നിധിയിൽ ശ്രേഷ്ഠ മഹാപുരോഹിതന്മാർക്ക് നിൽക്കാൻ പോലും, ആമേൻ, വർഷത്തിൽ ഒരിക്കൽ അനുവാദം. അത് യാഗം കഴിക്കാൻ. സ്തോത്രം. അങ്ങനത്തെ ദൈവം, ഹല്ലേലൂയ, ആ ദൈവമാണ് മോശയോട് സംസാരിക്കുന്നതെന്ന് കൂടെ ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവം എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, അവൻ ദഹിപ്പിക്കുന്ന അഗ്നി കൂടെയാണ്. തീഷ്ണതയുള്ള ദൈവമാണ്. ജലസ് ഗോഡ് എന്ന് എഴുതിയിരിക്കുക. തീഷ്ണനായ ദൈവമാണ്. കൃപ കാണിക്കാൻ മനസ്സുള്ളവനോട് ഞാൻ കൃപ കാണിക്കും, കരുണ തോന്നാൻ മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. എന്നെ സേവിക്കുന്നവരുടെ തലമുറയ്ക്ക് 1000 തലമുറ വരെ അനുഗ്രഹം ദീർഘമാക്കും. തലമുറ തലമുറയായി, ആമേൻ, അവിടുന്ന് എന്റെ സങ്കേതമായി മാറിയിരിക്കും. നിങ്ങൾ ഒരു കാര്യം ഓർക്കണമേ, ഇത്ര ഭയങ്കരനായ ദൈവത്തെ നേരിട്ട് ഒരുവൻ സംഭാഷിക്കുമ്പോ പറയുക, കുഞ്ഞെ, ഞാൻ ഒരു ഓപ്ഷൻ നിനക്ക് തരാം. ഈ ദൈവത്തിന്റെ മുമ്പിൽ കയറി വരാൻ ഒരുത്തനും പറ്റത്തില്ലെങ്കിൽ, ഇവിടെ അടുത്ത മുഖം കാണാൻ പറ്റത്തില്ലെങ്കിൽ, ഒരു പിളർന്ന പാറയുണ്ട്. കാൽവറിയിൽ നടക്കാൻ പോകുന്ന ആമേൻ യാഗത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, ആ പാറയുടെ പിളർപ്പിനെ പ്രകീർത്തിച്ചുകൊണ്ട്, ആമേൻ, ദൈവം ഒരു ഓപ്ഷൻ വെച്ചു കൊടുത്തു. ഇവിടെ ഒരു പിളർന്ന പാറയുണ്ട്. അതിന്റെ നടുവിലേക്ക് നീ കയറിയിരിക്കണം. എന്റെ കൈ കൊണ്ട് ഞാൻ നിന്നെ മറച്ചു വെക്കാം. കാൽവറിയിൽ നിനക്കായി പിളർക്കപ്പെട്ട ഒരു പാറയുണ്ട്. ആമേൻ, പർവ്വതത്തോട് ജനം അടുത്തു വരാൻ ഭയന്നു നിന്നപ്പോൾ, ആമേൻ, ജനം ഭയന്നു നിന്നപ്പോൾ, ദൈവത്തിന് സ്തോത്രം, മോശയുടെ തേജസ് പോലും കാണാൻ ജനം പേടിച്ചു നിന്നപ്പോൾ, അത്ര തേജസ്സേറിയ ദൈവം ഒരു ഓപ്ഷൻ കൊടുത്തു. ഒരു പിളർന്ന പാറ നമുക്ക് വേണ്ടിയുണ്ട്. അവരനുഗമിച്ച ആത്മീയ പാറ ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, മഹത്വം, മഹത്വം. ദൈവമക്കളെ, ഒരു വാക്കൊന്ന് ധ്യാനിക്കണമേ. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ സമയത്ത് ആമേ പുരോഹിതൻ 2 പ്രാക്കുഞ്ഞുങ്ങളെ കയ്യിലെടുക്കും. ഒരിണപ്രാവിനെ പെടലി ആമേ പിടിച്ച് ഒഴിച്ച് അതിന്റെ രക്തം അങ്ങ് എടുക്കും. സ്തോത്രം. അതിനെ കൊന്ന് അതിന്റെ രക്തമെടുത്ത് ഉറവെള്ളത്തിന്റെ മീതെ, യോർദാനിലെ ആമേൻ യെരൂശലേമിന്റെ അരിയിലൂടെയുള്ള ആ ഉറവെള്ളത്തിന്റെ മീതെ വെച്ചറുത്തിട്ട് ആമേ പുരോഹിതൻ ചെയ്യുന്നത് തന്നെയാണെന്നറിയാം. ആലയത്തിനകത്തൂടെ പുറപ്പെടുന്ന, ആലയത്തിന് ഉമ്മരപ്പടി കൂടെ പോകുന്ന ആമേ വെള്ളമുണ്ടല്ലോ, ആ ഉറവുണ്ടല്ലോ, അതിന്റെ മീതെ വെച്ച് ഈ കുഞ്ഞിനെ, ഈ ഒരണപ്രാവിനെ അറുത്ത് കളയും. ആമേ സ്തോത്രം. പെടലി പിടിച്ചോടിച്ച് ജനിച്ച് അതിനെ കൊന്നുകളഞ്ഞ് അതിന്റെ രക്തത്തിലേക്ക്, ആമേ സ്തോത്രം, ഈ ഉറവെള്ളത്തിന്റെ മീതെ വെച്ച് രക്തത്തിലെ മൺചട്ടിക്കകത്ത് രക്തമെടുത്തിട്ട് ആ മറ്റേ പ്രാവിനെ അതിനകത്ത് മുക്കും. എന്നിട്ട് ആ പ്രാവിനെ പറത്തി വിടും. ഉയർപ്പിനെ കാണിക്കുന്നു, രക്തത്തിന്റെ വീണ്ടെടുപ്പിനെ കാണിക്കുന്നു, രക്തത്താലുള്ള ശുദ്ധീകരണത്തെ കാണിക്കുന്നു. പക്ഷെ ഒരിണപ്രാവ് ചത്തിട്ടാണ്, ഒരിണപ്രാവ് കൊല്ലപ്പെട്ടിട്ടാണ് അടുത്തോരണത്തിന് ജീവൻ കെട്ടി പറക്കുന്നത്. ഇത് പറക്കുകയാ. ഇത് പറന്ന് 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 നോക്കണമേ, ഇതിന്റെ പിന്നാലെ അനേക പക്ഷികളുണ്ട്. ആമേ, പണ്ടൊരു പാട്ടുകാരൻ പാടി, നാട് വിട്ടു വീട് വിട്ടു നാമധേയ കൂട്ടം വിട്ടു. കൂട്ടത്തിൽ നിന്നാണ് എടുത്തത്, ഈ പ്രാവിനെ കൂട്ടത്തിൽ നിന്നാണ് എടുത്തത്. പക്ഷേ കൂട്ടം ചേർക്കത്തില്ല അതിനെ, അതിന്റെ ബന്ധുക്കാർ ചേർക്കത്തില്ല അതിനെ. കാര്യം ഇതിന്റെ നിറം മാറി, ഇതിന്റെ രീതി മാറി, ഇതിന്റെ സൗന്ദര്യം മാറി, ഇതിന് വ്യത്യസ്തതകൾ പറഞ്ഞു. ആമേൻ. ഇങ്ങനെ വന്നപ്പോ ഇതിന് പറക്കാൻ പറ്റാതായി. ഈ പറക്കാൻ പറ്റാത്ത ഈ പക്ഷി ചിറകളെല്ലാം കുഴഞ്ഞിട്ട് അവസാനം തന്റെ ജീവിതകാലം ഒരു പിളർന്ന പാറയുടെ ഇടയിലേക്ക് പോയി അവിടെ അഭയം തേടും. ആമേൻ. അത് എന്റെ പ്രിയേ, നീ സുന്ദരി, നീ സുന്ദരി തന്നെ. നിന്റെ കണ്ണ് പ്രാവിൻ കണ്ണുപോലെ
ഇരിക്കുന്നു. ഉത്തമഗീതത്തിൽ നിന്നുകൊണ്ട് ആമേ സ്തോത്രം സമയം കാന്തനെ നോക്കി വിളിക്കുന്നത് പോലെ ആമേ ശൂനെ കാറ്റിയെ നോക്കി പറയുക, നിന്റെ കണ്ണ് പ്രാവി കണ്ണുപോലെ പാറയുടെ പിളർപ്പിലും കടുത്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ. ഓ ഹല്ലേലൂയ. എന്റെ പ്രാവേ, എന്റെ വിശുദ്ധേ, എന്റെ നിഷ്കളങ്കേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ. നിന്റെ മുഖം സൗന്ദര്യമുള്ളതാ. കൂട്ടക്കാര് വരെ കൊള്ളത്തില്ലെന്ന്, നാട്ടുകാർ വരെ കൊള്ളത്തില്ലെന്ന്, ആമേ രക്തത്തിൽ മുങ്ങിയതോടെ രീതി മാറിയത് നിനക്ക് വ്യത്യാസം. നിന്നെ കൊണ്ട് എല്ലാരും അപമാനം പറയുമ്പോ മറുഭാഗത്ത് പിളർന്ന പാറയുടെ മറവിൽ അത് തന്റെ ജീവകാലം കഴിച്ചു തീർക്കുകയാണ്. അതിന് അഭയം അതിന്റെ കൂട്ടം കൊടുക്കത്തില്ല, കൂട്ടുകാർ കൊടുക്കത്തില്ല. ഒറ്റ ഒരു അഭയസ്ഥാനമേ ഉള്ളൂ, ഒരു പിളർന്ന പാറ. മോശേ, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ അടുത്തൊരു പിളർന്ന പാറയുണ്ട്. ആ ചങ്ക് പൊളിഞ്ഞ് ആമേന രക്തം ഇങ്ങനെ ധാരധാരയായി ഒഴുകി അവസാന തുള്ളി വരെയും ആ കൈകൾ പിളർത്തി ഹല്ലേലൂയ ആടി അടിച്ച് അതിനകത്തു ഒഴുകിയ രക്തം രക്തത്താലുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവവേദനെ, രക്തത്തിന്റെ ശുദ്ധീകരണം. നിന്റെ കൂട്ടുകാരും എല്ലാം നിന്നെ ഉപേക്ഷിച്ചു കളഞ്ഞാലും ഇവിടെ അടുത്തൊരു പാറയുണ്ട്. നീ അവിടെ ഇരിക്ക. എന്റെ തേജസ് മൊത്തം ക്രിസ്തുവിൽ കൂടെ വെളിപ്പെടാത്ത എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കാണുന്നു. നിങ്ങളോട് സംസാരിക്കുന്ന ശബ്ദം നിങ്ങൾ കേട്ടില്ലേ? ആമേൻ. നിങ്ങളെ വിശുദ്ധീകരിക്കുകയാണ് ഈ ശബ്ദം. ഓ ഒരു മിനിറ്റ് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ആ മുറിക്കകത്ത് കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി എനിക്ക് എന്റെ ദൈവമേ, ആമേൻ, എന്റെ വാക്കുപോലെ ചെയ്യണമേ. ഈ പിളർന്ന പാറയുടെ മറവിലേക്ക് ഞാനൊന്ന് മറയുക. ഞാൻ എന്നെ തന്നെ ഒന്ന് ഏൽപ്പിക്കൂട്ടാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കൾ പാടി, എത്ര മനോഹരമായി പാടി, പിളർന്നതാം പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. എനിക്കൊരു സങ്കേതമുണ്ടെങ്കിൽ ആ പിളർന്ന പാറയേ ഉള്ളൂ. ആമേൻ. എനിക്കൊരു ആശ്രയമുണ്ടെങ്കിൽ ആ മാർവ് മാത്രമേ ഉള്ളൂ, ആ തുളയ്ക്കപ്പെട്ട ചങ്കേ ഉള്ളൂ. ഓ ഹല്ലേലൂയ. ആ തലച്ചോറ് പിളർന്ന്, ആ തല പിളർന്ന് അതിനകത്തു ഒഴുകിയ ആ രക്തമുണ്ടല്ലോ, അത് മറവാകട്ടോ, അത് പാറയുടെ ഒരു വിള്ളലാകട്ടോ. ചാരിയിരിക്കാൻ പോയിരിക്കാൻ പറ്റിയൊരിടമാണ്. നീ ഇവിടെ ഇരിക്കും മോശേ, എന്റെ മഹിമ ഞാൻ വെളിപ്പെടുത്താൻ നിനക്ക്. യേശുവിൽ കൂടെ തന്റെ മഹിമ മുഴുവൻ നമ്മളെ കാണിച്ചു തന്നു. തേജസ് മൊത്തം നമ്മളെ കാണിച്ചു തന്നു. മനുഷ്യനായി ദൈവം നമ്മുടെ ഇടയിൽ ദാസ്യ രൂപമെടുത്തു. വേഷത്തിൽ മനുഷ്യനായി ദൈവമായിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കാതെ തന്നെ താനൊഴിച്ച് താണലോകത്തിൽ ഇറങ്ങി വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി. അതുകൊണ്ട് പിതാവാം ദൈവം അവനെ ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. സ്വർലോകരുടെ ഭൂലോകരുടെ അധോലോകരുടെ മുഴങ്കാൽ മടക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമം. ഓ, ഇന്ന് ഈ നാമത്തിന്റെ പേരിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഈ നാമ നിമിത്തം നാം വിടുവിക്കപ്പെട്ടേക്കുന്നത്. ഈ നാമത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടാണ് നമുക്കിന്ന്. എത്ര മനോഹരമാണ് നാമം. യേശുവിൻ നാമം പറഞ്ഞാൽ ഭൂതം വിറയ്ക്കും, പൈശാച മണ്ഡല കീഴടങ്ങും, സ്വലോകരുടെ ഭൂലോകരുടെ അധോലോകരുടെ മുഴങ്കാൽ മടങ്ങും. നീ പറയുന്ന വാക്കുപോലെ ഞാൻ ചെയ്യാം. നീ പറയുന്ന വാക്കുപോലെ ഞാൻ ചെയ്യാം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ രാത്രി ദൈവസന്നിധി സമർപ്പിക്കാൻ പറ്റും? നിന്റെ വാക്കുപോലെ ഞാൻ ചെയ്യാം. എന്റെ സാന്നിധ്യം നിന്നെ കാണിക്കാം. എന്റെ സകല മഹിമയെ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരാം. എന്റെ ഗുഡ്നസ് ഒന്നും മറക്കത്തില്ല കേട്ടോ. ദൈവം എന്നുള്ള വാക്കിന്റെ അകത്തെ സകല ആഴും മറയ്ക്കാതെ ഞാൻ നിനക്ക് പകർന്നു തരാം. ഓ, ക്രിസ്തുവിന്റെ ആ പിളർന്ന പാറയുടെ മറവിലേക്ക് കയറാൻ സകലതും നിനക്ക് വെളിപ്പെടുത്തി തരാം.